ലുക്മാൻ ചവിട്ടിയതാണോ ചവിട്ടി തന്നെ. ബേസിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളിയ ധ്യാനം വെച്ചിട്ട് പടം ചെയ്യുന്നു, നോക്കി കണ്ടുപിടിച്ചോണ്ടി. അനക്ക് അറിയാഞ്ഞിട്ടോ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നടനാണ്. ബേസിലിനോട് ഇങ്ങോട്ട് പറഞ്ഞു വളയാണ് മെയിൻ ക്യാരക്ടർ ഇതിൽ. സത്യം പറഞ്ഞാൽ നായകനും നായികയൊക്കെ വളയാണ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, എപ്പോഴും ചെയ്ത ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പഴയ പോലെ അല്ല, ഇൻഡസ്ട്രി ഇവോൾവിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾക്ക് ഇന്ന് നിലനിൽപ്പുള്ളൂ. ഈ ലോകം ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഈ കോസ്റ്റിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളതും കൂടെയാണ് അവിടെ എടുത്തു പറയുന്ന ആൾക്കാർ. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ക്രൂക്കഡാണ് എന്ന് നമുക്ക് തോന്നും. ഞാൻ കണ്ടപ്പോ അല്ലല്ല, തുടരായാലൊരു ക്യാരക്ടർ ചെയ്യാനായിരുന്നു തരുണ അങ്ങനെ വിളിച്ചിരുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും, നീ ചെയ്യണോ ചെയ്യണ്ടേ നീ തീരുമാനിക്കുക. തിരക്കൊരു കുറച്ചുകൂടെ ഒരു റെലവൻസ് ഉണ്ടാവും എന്ന് തോന്നുന്നു. വലിയൊരു മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ സിനിമയെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വള എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാൻ സംവിധായകൻ മുഹാസിൻ, ലുക്മാൻ, ധ്യാൻ ശ്രീനിവാസൻ സ്റ്റുഡിയോയിൽ. ധ്യാനിൽ തുടങ്ങാം അല്ലേ? നടുക്കിയിരിക്കുന്നതുകൊണ്ട് നടുക്കുള്ള നിയോഗം. ധ്യാൻ എന്തെങ്കിലും ഒരു റീസെറ്റിംഗ് മോഡിലാണോ? ഇപ്പം വളയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന സമയത്ത് നേരത്തെ ധ്യാൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സ്പേസിൽ എല്ലായിടത്തും ഭയങ്കര അവൈലബിൾ ആയിരുന്നു, ഇൻ്റർവ്യൂകൾ, കാര്യങ്ങൾ. ഞാൻ ഫിലിമിൻ്റെ റിലീസല്ല പറഞ്ഞത്, പക്ഷെ അതിലൊരു ഗ്യാപ്പ് സംഭവിക്കുന്നു. ഇപ്പം ശരിക്കും നോക്കിയാൽ ഡിറ്റക്റ്റീവ് ജ്വലിനൊക്കെ ശേഷമുള്ള ധ്യാൻ ഏതെങ്കിലും തരത്തിലൊരു റീസെറ്റ് ബട്ടണിലാണോ, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്ലാനിലാണോ? അങ്ങനെ ഈ വർഷം പടം അങ്ങനെ പിടിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഉജ്ജ്വലന കഴിഞ്ഞ വർഷത്തെ സിനിമയാണ്. പ്രിൻസൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം. ഈ വർഷം ഇറങ്ങുന്ന സിനിമകളൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകളാണ്. ഈ വർഷം പിടിക്കാത്തത് കാരണം സംവിധാനം ചെയ്യണം എന്നുള്ളൊരു പരിപാടിയിൽ പ്ലാനിങ്ങിൽ എഴുത്ത് തുടങ്ങി. ഒരു 3-4 മാസമായി. ഞാനും പിന്നെ 1-2 ഉണ്ട്. അതിൽ തിരയുണ്ട്, തിര 2 ഉണ്ട്, പ്ലസ് വേറെ 1-2 കൂടെ പാരലി എഴുതുന്നു. അപ്പം അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഒരു ബ്രേക്ക്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ഇനി പഴയ പോലെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ അഭിനയം ധനസമാഹരണ പദ്ധതിയായിരുന്നു. ധനസമാഹരണ യജ്ഞം കഴിഞ്ഞു. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ സൗകര്യത്തിനുള്ളൊരു ഫിലിം മേക്കിംഗിലേക്ക് പോവാണ്. ഈ വള കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ വളയിൽ എങ്ങനെ എത്തിപ്പെട്ടതാ? വളയിൽ എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞ വർഷം പക്ഷെ ഇത് സിനിമയുടെ ലൊക്കേഷൻ തന്നെയായിരുന്നു അല്ലേ? ഇത് സിനിമയാന്ന് ഓർമ്മയില്ല. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ കാരണം എന്റെ കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്യാത്തത് എന്ന് പറയാൻ കാരണം നെഗറ്റീവ് ഷെയ്ഡാണ്. അത്യാവശ്യം ഇല്ല, അങ്ങനെ ഒരു പ്രതിനായകൻ എന്ന് പറഞ്ഞ സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോ ആ രീതിയിൽ എന്നോട് ആദ്യമേ പറഞ്ഞപ്പോ തന്നെ മോശം അതാണ് പറഞ്ഞത്, ഇങ്ങനൊരു ഷെയ്ഡുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ. കാരണം ചെയ്യാത്തത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് കേട്ടപ്പോ തന്നെ ഒരു കൗതുകം തോന്നി. പിന്നെ ഇതൊരു കഥാപാത്രം ബേസിക്കലി ഒരു കോറി മുതലാളി, പഴയ അബ്കാരി മുതലാളി എന്നൊക്കെ പറഞ്ഞ പോലത്തെ മുതലാളിയാ പുരുഷോത്തമൻ നായർ. പേര് തന്നെ ഒരു ആളാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുമല്ലോ, സിനിമക്കകത്തും കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമക്കകത്തുള്ള ചില പ്രൊഡ്യൂസർമാരെ നമ്മൾ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോ കയ്യിലൊരു ബ്രേസ്ലെറ്റും സ്വർണത്തിന്റെ മാലയും ഗോൾഡിന്റെ റിസ്റ്റ് വാച്ചും അങ്ങനത്തെ. അപ്പൊ അത് എനിക്കൊരു മൊത്തത്തിൽ ആ ക്യാരക്ടറിനോടൊരു കൗതുകം തോന്നി. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ സിനിമ ക്യാരക്ടർ ചെയ്യാത്തൊരു സാധനം, അല്ലെങ്കിൽ നമ്മളത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എൻ്റെ ഒരു കൗതുകം, എൻ്റെ ഉള്ളിലൊരു കൗതുകം. അപ്പൊ അത് നമ്മളും ചെയ്തിട്ടില്ലല്ലോ, നമ്മളും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ചെയ്താൽ നന്നായിരിക്കും എന്ന് അളിയൻ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ലുക്കു. നമ്മള് ലുക്കു ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സ് പടങ്ങൾ പോലൊന്നായിരുന്നു നമ്മുടെ കഠിന കടോരം, ഈ അണ്ടകടാകം. വേറെ നല്ല ഒരു മലബാർ എന്നുള്ള നമ്മളെ ഒരു അവിടുത്തെ ഒരു കളക്റ്റീവ് അറിയുന്ന ആളുകൾ എന്നുള്ള രീതി, ആ രീതിയിലാണ് പറഞ്ഞത്. അറിയുന്ന ആളുകളുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ വളയിൽ എത്തുന്നു. ഉറപ്പായും ഭയങ്കര ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടിയ വലിയ ചർച്ചയായൊരു സിനിമയാണ് കഠിന കടോരം, ഈ അണ്ടകടാകം. എന്താണ് വളയിലേക്ക് വന്ന മോസിനെ
രണ്ടുപേരും പോയിട്ട് പറ. രണ്ടൊരു മതിയല്ലേ? അല്ല, ഇത് കഠിനം അല്ല, ഇപ്പൊ കഠിനത്തിലുള്ളാണെങ്കിൽ വളയിലെ ആളുകളാണെങ്കിലും ഇവരെല്ലാരും പഠനത്തിലുള്ള മോഹാസൻ വഴി ആരും അല്ല, ഗോവിന്ദവാസിന്റെ അല്ലാതെ ആരും ഇല്ല. ഇല്ല. പിന്നെ അർഷദക്കാണ് അതിന്റെ സ്ക്രിപ്റ്റ്, ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ. അപ്പൊ എല്ലാവരും നമ്മൾ നേരത്തെ സിനിമയിൽ എത്തുന്നതിന്റെ മുന്നേ അറിയുന്നവരാണ്. ഇപ്പൊ മോഹൻ സിനിമ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലാറ്റില് കൊച്ചിയിൽ താമസിച്ചിരുന്നതാണ്. ഞാൻ സിനിമ അന്വേഷിച്ചു. ഇവനും അപ്പുറത്തെ കഥകളും പ്രൊഡ്യൂസേഴ്സിനെ കാണലും ആക്ടേഴ്സിനെ കാണലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവനും നടത്തും. അപ്പോൾ കഠിനം ഓണാവുന്നു എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് നമ്മളൊക്കെ ഒപ്പം നിന്നിട്ടൊരു സിനിമ ഓണാവുന്നു എന്നുള്ള നമ്മുടെ സിനിമ എന്നുള്ളൊരു ഇതന്നെയായിരുന്നു. അതിൻ്റെ എല്ലാ അപ്ഡേഷനും എനിക്കറിയാം. പിന്നെ രണ്ടാമത് അതേ ടീമിൻ്റെ തന്നെ പടം വരുമ്പോൾ എന്നെ വിളിച്ച് പറയുന്നു, എന്നെ അർഷദൊക്കെ വിളിക്കുന്നു, കഴിഞ്ഞ് മുവാശം വിളിച്ച് നേരിട്ട് വന്ന് പരിപാടി പറയുന്നു. വേറെ കൺഫ്യൂഷൻസ് ഒന്നും എനിക്കുണ്ടായില്ല. എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ എത്തിപ്പെടായിരുന്നു. മോഹൻ ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഒരു തിയേറ്ററിക്കൽ റിലീസ് ആണെങ്കിലും OTT ശേഷമാണ് വലിയ ചർച്ചയായത്. അതിന്റെ പാട്ടും ക്യാരക്ടറും, അല്ലെങ്കിൽ കോവിഡിനെ ആ രീതിയിൽ ഫീച്ചർ ചെയ്യപ്പെട്ട ഒരു മലയാള സിനിമ എന്നുള്ളതിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബേസിലിന്റെ തന്നെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഒരു സിനിമയ്ക്ക് ശേഷം അത് പക്ഷെ കുറച്ചുകൂടി ഒരു ട്രാജിക് ലൈഫും ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. വള എന്ന് പറയുമ്പം അതിന് വേറൊരു ഫീൽ ഒരു പക്ഷേ പോസ്റ്ററിലൊക്കെ വരുന്നുണ്ട്. ഇതൊരു റോം കോം ആണോ, വേറെ ഏതെങ്കിലും ഫാമിലി ഡ്രാമയാണോ, എന്താണെന്ന് ഒറ്റയടിക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരുടെയും സംഗതി വരുമ്പോൾ ഇതിപ്പം ഒരു തല്ലുമാലയൊക്കെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണെന്നറിയില്ല. ധ്യാനിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്ത് പ്രകാരമാണെങ്കിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് സത്യത്തിൽ അങ്ങനെ ഒരു സ്വഭാവത്തിനെ നമുക്ക് ഈ സിനിമക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി എലമെന്റ് ത്രൂ ഔട്ട് ആ ജേണിയിലുണ്ട്. സിനിമ ഡ്രാമയാണോ, ക്വാറിക്കാരനെ കാണും എന്തെങ്കിലും ഒരു ക്രൈം അയാൾക്കൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇതുള്ളൂ. ഇതില് ഫാമിലി, ഇപ്പം കുട്ടേട്ടൻ ഉണ്ട്, ശാന്തി ചേച്ചിയുണ്ട്, അവരുടെ പ്രണയം പോകുന്നുണ്ട്. ധ്യാൻ, രവീണ അവരുടെ പ്രണയം പോകുന്നുണ്ട്. ലുക്കു, ശീതൽ, അങ്ങനെ ഒരു പ്രണയത്തിന്റെ ട്രാക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഫാമിലി ഉണ്ട്, ഫാമിലി ഇൻവോൾവ് ആണ്. പിന്നെ വള എന്ന് പറയുന്ന സാധനത്തിലാണ്, വളയാണ് മെയിൻ ക്യാരക്ടർ ഇതിൽ. സത്യം പറഞ്ഞാൽ നായകനും നായികയൊക്കെ വളയാണ്. ആ വളയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ മൊത്തത്തിൽ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പറയാൻ പറ്റുന്നത്. ഈ ത്രില്ലറൊക്കെ ആണെങ്കിൽ ആളുകൾ ഈ പറയുന്ന ബുക്ക് മൈ ഷോയിൽ ഇതിൽ കൂടുതൽ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ സബ്ജക്റ്റ് പരിപാടിയാണല്ലോ, ഒറ്റ ലെയറിൽ പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്റ്റോറിയാണല്ലോ. വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് പറയാനുള്ളത് വളരെ ക്രിസ്പായിട്ട് വളരെ വേഗത്തിൽ പറഞ്ഞ് തീർക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൈ വിട്ടു പോകും. അപ്പം അത് കണ്ടു തീർക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ വേറൊരു ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഈ ഓണം സീസൺ റിലീസ് ചെയ്തിട്ട് ഗ്ലോബലി അതിലൊരു ചാർട്ട് ഫിക്സറൊക്കെ പോലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ സിനിമകളിലൊന്നായി മാറി. അങ്ങനെ ഒരു വേഫെയറിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഏറ്റവും ഒരു പീക്ക് ടൈമിലാണ് സംസാരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു പിന്നെ രാജ്ബി ഷെട്ടിയുടെ സൂ ഫ്രം സോ വരുന്നു. അങ്ങനെ ഒരു സിനിമ അതും ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതിന്റെ തൊട്ട് പിന്നാലെ വരുന്നൊരു വേണമെങ്കിൽ അല്ലെ വേഫറിന് ഹാട്രിക് അടിക്കാവുന്ന, അല്ലെങ്കിൽ വേഫറിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് പടം വരുന്നത്. ലോകയ്ക്ക് ശേഷമുള്ള അവരുടെ റിലീസാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ഫാക്ടർ ആണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ലക്ക് ഫാക്ടറാണ്. ഇപ്പം ഇങ്ങനൊരു പടം ചെയ്യുന്നു, അത് വേഫെയർ കാണുന്നു, അവർക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നിടത്താണ് എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്തു വെച്ചതിൽ സംതിങ് ഉണ്ട് എന്ന് എന്നെ വിശ്വസിപ്പിക്കുന്ന ഫാക്ടർ അവിടെ നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പുറത്തൊരാൾ അത് കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ഇനി ബാക്കി ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ഓഡിയൻസ് കണ്ടിട്ട് തീരുമാനിക്കണം എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. ഈ ധ്യാൻ ഇത് അങ്ങനെ ഒരു തിയേറ്ററിക്കൽ, അതായത് ഒരു തിയേറ്ററിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. തൊട്ട് മുമ്പത്തെ പടം OTT-യിലാണ് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. എന്താണ് വളയെക്കുറിച്ചുള്ള ഒരു തിയേറ്റർ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? അതാണ് ഈ ഒറ്റ ഒബ്ജക്ട് ഡ്രിവൺ ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നേരത്തെ പറഞ്ഞ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനും ഒന്നും ഇല്ല. ഈ പറയുന്ന ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം
ഉണ്ട്. നേരത്തെ പറഞ്ഞ എൻവി, ജലസി, ഈഗോ, അല്ലെങ്കിൽ ഇത്തരം ഇമോഷൻസിലൂടെയൊക്കെ ഈ ക്യാരക്ടേഴ്സിന്റെ ഇടയിലൊക്കെ ഇത് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സ്ട്രോങ് ഹ്യൂമൻ ഇമോഷൻസ് പറഞ്ഞു പോകുന്നുണ്ട്. ദോ ഈ പ്രോപ്പർട്ടീനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നതെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ഇമോഷനുകൾ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഈ കഥയിൽ അല്ലെങ്കിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ശാന്തി ചേച്ചിയും കുട്ടാട്ടനും ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇടയിൽ ഒരു സ്ട്രോങ് ഒരു അവർക്കിടയിലുള്ള ബോണ്ടും അവരുടെ കഥയും കംപ്ലീറ്റ്ലി ഇത് ചെയ്യുന്ന ഒരു ലെയറാണ്. ഞങ്ങളുടെ അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു ഭയങ്കര റിഫ്റ്റ് ഉണ്ട്, അതും വേറൊരു ട്രാക്കാണ്. അങ്ങനെയുള്ള മൾട്ടി ലെയർഡ് ആണ് ഈ കഥ. ഈ പറയുന്ന ലോക്കയായിട്ടൊന്നും കമ്പാരിസൺ ഒന്നുമില്ല, കാരണം അതൊരു വേറെ തന്നെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ഹൈ കോൺസെപ്റ്റ് സിനിമയാണ്. പക്ഷെ അതിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന വേഫെയറിന്റെ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മൾ നാട്ടിൻപുറത്തുള്ള സെറ്റ് ചെയ്ത് ഒരു സ്മോൾ ടൗണിൽ സെറ്റ് ചെയ്ത് ഒരു വേറെ ടൈപ്പ് ഓഫ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസിന് അപ്പുറം എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഈ പറയുന്ന ഇമോഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിനിമയായിരിക്കും. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ് ഒരു രീതിയിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോമഡിയോ റോംകോം അല്ല, ഇതൊരു ഹ്യൂമർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ എന്തടുത്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഈ പടത്തിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. എന്താണ് അടുത്ത്, ഇവർക്കിടയിൽ എന്താണ് അടുത്തടുത്തടുത്ത് എന്നുള്ള സാധനം ആ രീതിയിൽ എൻഗേജിങ് ആണ്. ലുക്കു, ഇതില് ഈ ജിംഖാനയാണ് ഒരു പ്രധാനപ്പെട്ട തിയേറ്ററിൽ സക്സസ് ആയിട്ട് തൊട്ട് മുമ്പ് സിനിമ. നമ്മൾ നോക്കുകയാണെങ്കിൽ തല്ലുമാല അങ്ങനെ ഒരു ഹൈ കിട്ടിയ സാധനമായിരുന്നു. പക്ഷെ അതിനിടയിലും ലുക്മാൻ്റെതായിട്ടുള്ള ലീഡ് ആക്ടർ ക്യാരക്ടറുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് ശരിക്കും എന്താണ് ഒരു സിനിമയുടെ ഒരു സെലക്ഷൻ പ്രോസസ്സും പരിപാടിയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഭയങ്കര ഒരു ഹാപ്പി സീനിലൂടെയാണോ പോകുന്നത്? എന്താണ് വള തരുന്നൊരു ഹൈ? അല്ല, സെലക്ഷൻ പ്രോസസ്സ് അങ്ങനെ കഥ എപ്പോഴും ഞാൻ ആ ടീം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ടെക്നിക്കൽ ട്രസ്റ്റ് ചെയ്യാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഒന്നാമത്തെ കാര്യം, എനിക്കത് ആദ്യം ജഡ്ജ് ചെയ്യാൻ എനിക്ക് എത്രത്തോളം കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഫസ്റ്റ് അത് കേട്ടുകൊണ്ടത് എങ്ങനെ വരും, ഈ സിനിമ ഹിറ്റാവോ, അത് ഒന്നാമത്തെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഞാൻ പ്രയോറിറ്റി ആ ഡയറക്ടർ, DOP, ആ ഒരു ഏരിയ ആണ്. അപ്പോൾ തന്നെ പകുതി സേഫാണ്, പകുതി നമുക്ക് കോൺഫിഡൻ്റ് ആണ്. അതെ, നമ്മൾ ഒന്ന് സേഫായെന്ന് തോന്നും. പിന്നെ ഓഫ് കോഴ്സ് ഈ സ്ക്രിപ്റ്റ് കേൾക്കും. പിന്നെ അങ്ങനെ ഈ ഹാപ്പി സീനിൽ തന്നെ പരിപാടി മുന്നോട്ട് പോകൽ തന്നെയാണ് എൻ്റെ ഒരു രീതി. എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു സിനിമ എൻ്റെ എപ്പോഴും സിനിമകൾ ഞാനെപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എപ്പോഴും ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ കൂടെ തന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തരുൺ മൂർത്തി ആണെങ്കിലും എല്ലാവരും, ഇപ്പോൾ ഉല്ലാസിൻ്റെ പഞ്ചകള്ളൊക്കെ അന്വേഷണം കൊണ്ട് ചെയ്യുന്നു, CCയുടെ കൊറോണ ദവ അന്വേഷണം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ലൈനപ്പ് മൂസിൻ്റെ ഫസ്റ്റ് തുടങ്ങി അടുത്ത പടം ഞങ്ങൾ ആലോചിക്കുന്നു. ഞാൻ ആലോചിക്കുന്നു, ഈ നമ്മളതല്ലാതെ പറയുകയാണെങ്കിൽ ഇപ്പം ധ്യാൻ, എനിക്ക് തോന്നുന്നത് ധ്യാൻ ഓൾമോസ്റ്റ് ഭയങ്കര ഹെവിലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇന്റർവ്യൂവിൽ ധ്യാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് സിനിമയെ കുറിച്ചുള്ള. നമ്മൾ തന്നെ ഒരു 2 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും ഒരു ഡയറക്ടോറിയൽ പാർട്ടിലേക്ക് പോകുന്ന വർഷമാണ് 2025. ധ്യാനിന്റെ നെക്സ്റ്റ് ഡയറക്ടോറിയൽ സിനിമ അനൗൺസ് ചെയ്യുന്ന ഒരു കൊല്ലമായിരിക്കുമല്ലോ എന്തായാലും. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞത് ധ്യാൻ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ധ്യാൻ ശരിക്കും ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഉജ്ജ്വലൻ പോലെ അല്ലെങ്കിൽ വള പോലത്തെ ഒരു സിനിമ വരുന്ന സമയത്ത് ധ്യാൻ വേറെ ഒരു ഹൈ കൂടി കണ്ടിട്ടാണ് ഈ പടം ചെയ്തതെന്ന് നമുക്ക് തോന്നുമല്ലോ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതല്ലാത്ത ഒരുപാട് സിനിമ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ധ്യാൻ ഒരു ദിവസം അഭിനയിച്ച പടം വരെ ഏതെങ്കിലും പടത്തിന്റെ ഓപ്പോസിറ്റ് ധ്യാൻ പടമായിട്ട് വരുന്നൊരു സാഹചര്യം വരെയുണ്ട്. അപ്പോൾ ഈ പേഴ്സണലി ഒരു ആക്ടിങ്ങിന്റെ ഹൈ ഇപ്പൊ കേറിയിട്ടുണ്ടോ ശരീരത്തിൽ? അങ്ങനെ ഞാൻ ടെക്നീഷ്യൻ ആവണം എന്ന് ആഗ്രഹിച്ച സിനിമയിൽ വന്നതാണ്. അപ്പൊ പിന്നെ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ അതും പ്ലസ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുക. നമ്മള് സിനിമ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, ഇപ്പൊ ഉജ്ജ്വലൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സിനിമകളൊക്കെ, ഇതൊക്കെ ഒരു പേഴ്സണൽ താല്പര്യം. ഇപ്പൊ പ്രിൻസ് വരുമ്പോ, ഈ വർഷം ഇറങ്ങിയ സിനിമകൾ എന്ന് പറയുമ്പോൾ, പ്രിൻസ് എന്ന് പറയുമ്പോൾ ഷാരിസും ബിൻഡോയും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇവര് എങ്ങനെയായിരുന്നു അതുപോലെയാണ് എനിക്ക് ഷാരിസും ബിൻഡോയും, പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ട, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആരാധിച്ച ആക്ടേഴ്സിൻ്റെ കൂടെ അതിലൊരു ചെറിയ വേഷമാണെങ്കിൽ പോലും ഞാൻ ചെയ്യും. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ സിനിമയൊക്കെ, കാരണം എല്ലാം നായകനാവണം അല്ലെങ്കിൽ എല്ലാം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഉജ്ജ്വലൻ ആ സമയത്ത് പ്രിൻസ് കഴിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന വീക്കിലാണ് ഉജ്ജ്വലൻ വരുന്നത് നെക്സ്റ്റ് മന്തിൽ. അപ്പം ഒന്നിൽ ഞാൻ ആക്ച്വലി ക്യാരക്ടർ റോൾ അല്ലെങ്കിൽ ഒരു റോൾ ചെയ്തിട്ട് നെക്സ്റ്റ് ഫിലിം വരുമ്പോൾ അതിനകത്തുള്ള ലീഡ് ചെയ്യുന്ന ഞാനാണ്.
അപ്പൊ അതുപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് മലയാളി വരുമ്പോൾ മലയാളിയിൽ ഞാൻ നിവിന്റെ ചിങ്കിടിയും ഇപ്പുറത്ത് വർഷങ്ങൾക്ക് ശേഷം ലീഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകൾ വരിക, അല്ലെങ്കിൽ നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, കാരണം അഭിനയത്തോട് അഭിനിവേശം ഇല്ലെങ്കിൽ നമുക്ക് അത്തരം അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ നിവിന്റെ കൂടെ ഒരു സിനിമ, ഡിജോന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങ് പോവുകയാണ്. ഇപ്പൊ ഇതിനകത്ത് വരുന്ന പോലെ നമ്മളങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോവുകയാണ്. അപ്പം എനിക്ക് എന്റെ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ് ആ രീതിയിൽ. നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് പിന്നെ അവര് പറയുന്നത് അതിനെ ഫോളോ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇതിനകത്ത് മോസ്റ്റ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ള അതിനപ്പുറം ഇപ്പുറം ഇല്ല, നമ്മളെ പുള്ളിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവരത് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട്, അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോട് നമ്മുടെ പണി അവിടെ പകുതി കുറവാണ്. അവര് നമുക്ക് കൃത്യമായിട്ട് അത് ഫീഡ് ചെയ്ത് തരും. അപ്പൊ ആ രീതിയിൽ എനിക്ക് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് നല്ലതും മോശമൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു ലേണിംഗ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഡിജോന്റെയും ഏട്ടന്റെയും സിനിമ ചെയ്യുമ്പോൾ ഞാൻ അപ്പുറത്ത് എസ് എൻ സ്വാമിയുടെ സിനിമ ചെയ്യുന്നുണ്ട്, സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്ര എല്ലാരും ഒരു സേഫ് സോൺ ഒന്നും നോക്കിയിട്ടില്ല എന്നെ പോലെ. ഞാനെല്ലാം നോക്കി എല്ലാരും കൂടെ വർക്ക് ചെയ്യുക, എല്ലാവരും കൂടെ ആ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഇതും കൂടെ ഉണ്ട്. റെസ്പെക്റ്റീവ് ഓഫ് മണി, പൈസ മാത്രമല്ല, എല്ലാവരും കൂടെ വർക്ക് ചെയ്ത് നമുക്കൊരു ഇത് ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഉണ്ട്. കാരണം മോണിറ്ററി ബെനിഫിറ്റ് അല്ലാതെ തന്നെ ചില സിനിമകൾ നമ്മുടെ ഇഷ്ടത്തിന്റെ പുറത്ത് പോയി ചെയ്യും. പ്രിൻസൊക്കെ ഞാൻ അങ്ങനെ പോയി ചെയ്താ, അതിനകത്ത് യാതൊരു വാങ്ങിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ദിലീപേട്ടനോട് ഒരു സിനിമ ചെയ്യുക, അവിടുന്ന് ഞങ്ങള് സംസാരിക്കുന്നത് വേറെ സിനിമാ കഥകളാണ്. അപ്പോ ദിലീപേട്ടന്റെ അടുത്ത് എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ആലോചിച്ച് വെച്ച കഥകളൊക്കെ ഞാൻ ദിലീപേട്ടനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒരു അവസരം കൂടെ കിട്ടുകയാണ് പുള്ളിയുടെ കൂടെ ഡിസ്കസ് ചെയ്യാനും കഥകൾ പറയാനും. ഇതൊക്കെ ഒരു വേറെ രീതിയിലുള്ള ലേണിംഗും കൂടിയാണ്. അവരെ വർക്ക് ഇങ്ങനെയാണ്, ഇതൊക്കെ നേരിട്ട് കണ്ട് ഈ എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അനുഭവം തന്നെയാണ്. ആസ് എ ടെക്നീഷ്യൻ തന്നെ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആസ് എൻ ആക്ടറിനപ്പുറം ഒരു ഇതെന്നുള്ള രീതിയിൽ എനിക്ക് അത്തരം ഡിസ്കഷൻ, അത്തരം അസോസിയേഷൻ എനിക്ക് എല്ലാ രീതിയിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പേട്ടനോട് 10 വർഷത്തിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നത്. അപ്പം ആ സിനിമ എനിക്ക് തന്നൊരു ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ദിവസത്തിനുള്ളിൽ ചേർത്ത സിനിമയാണ്. അത് എങ്ങനെ സംഭവിച്ചു മാജിക് ആണ്. കാരണം സ്പോട്ടില്ല, മോണിറ്റർ ഇല്ല, ഇതൊന്നുമില്ല. ഇത്തരം ഒരു പരിപാടി ഇല്ലാണ്ടാണ് പുള്ളി ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അത് എനിക്ക് 10 വർഷത്തിന് ശേഷം പുള്ളി ഫിലിമിലാണെന്ന് ചെയ്തിട്ട് 10 വർഷത്തിന് ഡിജിറ്റൽ ആയതിനു ശേഷവും പുള്ളി ഈ പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യാണ്ട് 36 ദിവസത്തിലെ സിനിമ മലയാള സിനിമയിൽ എനിക്കറിയില്ല ഒരാൾക്ക് അത് ചെയ്തു തരും. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, ഒരു സിനിമയിൽ ഒരു സമയം എന്തിനൊക്കെ നമ്മൾ കളയുന്നു, എന്തിനൊക്കെ കളയണ്ട, എന്തിനൊക്കെ നമുക്ക് എവിടെയൊക്കെ സമയം സേവ് ചെയ്യാം, അതൊക്കെ ഇപ്പൊ പുള്ളിയുടെ സെറ്റിൽ പോലെ നമുക്കത് ആക്ച്വലി പഠിക്കാൻ പറ്റുള്ളൂ. ഏത് രീതിയിലാണ് പുള്ളി ഒരു സീനിനെ കൺസീവ് ചെയ്യുന്നത്, ഒരു സീനിനെ പുള്ളി ഇത് ചെയ്യുന്നത്, ഷോർട്ട് ഡിവിഷൻ ആയിക്കോട്ടെ, പുള്ളിയുടെ സ്പീഡ് ഉണ്ടല്ലോ, പ്ലാനിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര. അതല്ലാതെ ആ സിനിമയൊക്കെ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ സിനിമ ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതൊക്കെ എന്നെ ഇൻഡയറക്ട്ലി എന്നെ നാളെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഇത്തരം എക്സ്പീരിയൻസുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇല്ല, ഒന്നുമില്ല. ഇതിൽ ഇപ്പം ആദ്യത്തെ സിനിമ സ്വല്പം ഇപ്പം കഠിനത്തിന് ശേഷം വരുന്ന പടമാണെന്ന് തന്നെ അതുപോലൊരു കഠിനം കാഴ്ചയിൽ ഞാൻ കഠിനം ഉദ്ദേശിച്ച ഒരു ഭയങ്കര ഹോണ്ടിങ് ഡ്രാമയാണല്ലോ ആ സിനിമ. അതുപോലെയാണോ എന്ന് പെട്ടെന്ന് തോന്നാൻ സാധ്യതയുണ്ടല്ലോ. ഈ കുറെ ഫാമിലി അങ്ങനെ ഒരു സംഗതി, ഒരു ഡയറക്ടറുടെ ഒരു ഇംപ്രഷനായിട്ട് ആ സംഗതി മാറുമല്ലോ. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ വള എന്ന് പറയുമ്പോൾ ഇതിപ്പം കഠിന കടോരം, ഈ പേര് തന്നെ വലിയ ഇവര് തന്നെ കഠിനം പേരും കഠിനമായിരുന്നല്ലോ. വള ശരിക്കും പറഞ്ഞാൽ കഠിനം പോലെ ഉള്ളൊരു സിനിമയേ അല്ല. അത് വേറെ തന്നെ ജോണർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ തന്നെ ജോണറാണ്. ശരിക്കും പറഞ്ഞാൽ കഠിനത്തിൻ്റെ അല്ല, വളയുടെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശരിക്കും നമ്മൾ വള കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മമ്മ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഈ വളയിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയ കുഞ്ഞ് കുപ്പിവള മുതൽ, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് കയ്യിൽ ധരിച്ചു കൊടുക്കുന്ന ഒരു കറുത്ത ഒരു വള പോലത്തെ സാധനമുണ്ട്. ഇതിനൊരു താളമുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ളൊരു താളമുണ്ട്. ഇപ്പോൾ കുപ്പിവളകൾക്കാണെങ്കിലും അല്ലാത്ത വളകൾക്കാണെങ്കിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കൈ പൊന്തിക്കുമ്പോഴും ഒക്കെ ഒരു താളം, ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു താളമുണ്ട്. ആ താളം തന്നെയാണ് വള എന്ന് പറയുന്ന സിനിമയിലുള്ളത്. ഒരു മ്യൂസിക്കലി ഇങ്ങനെ പോകുന്ന ഒരു വളരെ
റൊമാൻറ്റിക് ആയിട്ടുള്ള റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള കുറേ പരിപാടികളും എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് കോൺഫ്ലിക്റ്റുകളും കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ വന്നു ചേരുന്ന ഒരു പടമാണ്. ഉണ്ടയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രം ദ റൈറ്റർ ഓഫ് ഒരു ഉണ്ട എന്ന് പറയുന്ന സംഗതി ലുക്കിനെ സംബന്ധിച്ചുള്ള വേറൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ വളരെ. ഉറപ്പായിട്ടും. അല്ല അത് ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ തന്നെ ആയിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അർഷദ്ക്കയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തു അർഷദ്ക്കയുടെ സ്ക്രിപ്റ്റിൽ, ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ട്. അത് റിലീസ് ചെയ്യാൻ നിൽക്കണം സോണിയിൽ. അപ്പോൾ അർഷദ്ക്കയുടെ സ്ക്രിപ്റ്റിൽ ഞാൻ ആദ്യം സിനിമ വരുന്നതിന് മുന്നേ, ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ വരുന്നതിന് മുന്നേ അറിയുന്ന ആളാണ്. ഞാൻ ആദ്യമൊക്കെ എല്ലാം ചോദിച്ചിരുന്നതൊക്കെ അർഷദ്ക്കടാ, ഇങ്ങനെ എന്ത് കഴിഞ്ഞ് എവിടെ പോകും അങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഞാൻ എല്ലാവരായിട്ടും കണക്ഷൻ ആവുന്നത്. മൂസിൻ പെരാരായിട്ടാണെങ്കിലും ഇപ്പോൾ മുഹാഷിം വരെ ഇപ്പോൾ എല്ലാ കണക്ഷൻസും അങ്ങനെ അതിൽ നിന്നുണ്ടാവും. അർഷദ്ക്കയുടെ വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ധ്യാൻ ശരിക്കും ഇപ്പൊ ഇവര് പലതരത്തിൽ കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ വേറൊരു തരത്തിലൊരു മലബാർ യൂണിവേഴ്സ് ആണ് അല്ലെ? മലബാർ അല്ലാത്തവരുണ്ട്. ഞാൻ ഇവര് മുവാസിനാണെങ്കിലും ഈ ഒരു കളക്റ്റീവ് പലതരത്തിൽ ഇപ്പൊ ഹർഷദ് അടക്കമുള്ളവര് ഒരു മലബാർ കൂടുതൽ സിനിമ ആലോചിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ടിലൊക്കെ വരുന്നതാണല്ലോ. ഞാനൊരു തനി തലശ്ശേരിക്കാരനായിട്ട് എല്ലാ കാലത്തും അതൊരു കണക്റ്റാണ്, അതുണ്ട്. ഷൂട്ടിന്റെ സമയത്തല്ലാണ്ട് തന്നെ ബാക്കി നമ്മൾ കൂടുന്ന സമയത്തെല്ലാം തന്നെ ഭാഷയിലും സംസാരത്തിലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വരും. അതൊരു വേറെ തന്നെ ഒരു ബോണ്ടിങ് ആണല്ലോ. നിങ്ങൾക്ക് മനുഷ്യൻ പറയണ്ടല്ലോ നിങ്ങളുടെ മലബാറുകാരനാണ്. അതുണ്ട്, അത് നമ്മുടെ ഒരു സ്പിരിറ്റ് അല്ലേ. ഒരു കാര്യം ഉണ്ടല്ലോ ഞാനിപ്പം നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് വെച്ചാൽ ഒരുപാട് സിനിമകളിൽ പലതരം അസോസിയേഷൻ നൽകുമ്പോൾ ഓരോ ആളുകളെയും ഓരോ ബോഡി ഓഫ് വർക്ക്. ഇപ്പം മുവാസിൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വിനീത് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ഡിജോ ചെയ്യുന്നത്, വിൻഡോ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ഓരോ ഫിലിം മേക്കർക്കും ഓരോ അപ്രോച്ച് ആയിരിക്കും. ഇപ്പം ധ്യാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് കമേഴ്ഷ്യലി അത്രയും സക്സസ്ഫുൾ ആയിരിക്കും തന്നെ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ റിപ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ മാറ്റി ആലോചിക്കാവുന്ന പ്രീ പ്ലാൻ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ശരിക്കും ഈ പറയുന്ന ഇത്രയും സിനിമകളിൽ അഭിനയിക്കുന്നത് ഒരു അടുത്തൊരു പ്രൊഡക്ഷൻ ആലോചിക്കുമ്പോൾ, റൈറ്റിംഗ് ആലോചിക്കുമ്പോൾ, അതിൻ്റെ ടോട്ടൽ ഡിസൈൻ ആലോചിക്കുമ്പോൾ, ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേക്ക് അവേ ആയിട്ട് മാറുന്നുണ്ടോ? ശരിക്കും ആക്ടറിനെക്കാളും ധ്യാൻ ഫിലിം മേക്കർക്ക് കൂടി ഇതെല്ലാം രസമുള്ള പ്രോസസ് ആയിരിക്കുമല്ലോ പലതരത്തില്. തീർച്ചയായും അതാണ് ഞാൻ മനീഷിനോട് പറഞ്ഞത്. നമ്മൾ നാളെ ഒരു സിനിമ ഡയറക്ഷനോടൊപ്പം തന്നെ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പുതുതായിട്ട് അച്ഛന്റെ കൺസെന്റോടുകൂടി അച്ഛന്റെ പേരിൽ പേരിലാണ് അച്ഛനും കൂടെയുള്ള അങ്ങനെ ഒരു ഒഫീഷ്യലി അനൗൺസ് ലോഞ്ച് ചെയ്യും നമ്മൾ. പക്ഷെ അപ്പൊ അന്ന് അച്ഛനോട് സംസാരിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചാലും നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ബിസിനസ്സും കൂടിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ പൈസന്റെ കാര്യമൊക്കെ വിടും, നല്ല കഥകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുണ്ട്. ഇത്രയും വർഷം നമ്മൾ വർക്ക് ചെയ്തപ്പോഴും അതിന്റെ പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഫണ്ടാസ്റ്റിക് തുടങ്ങി, ഫണ്ടാസ്റ്റിക്കിലൂടെയാണ് അങ്ങനെയാണ് വിശാഖ് ഹൃദയം ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം. അതിനിടയിൽ 2-3 പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ വല എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്, മറ്റേ ജതിച്ചേട്ടനും ഗോകുലൊക്കെയുള്ള ചന്തുവിന്റെ പടം. അങ്ങനെ അപ്പം ഒരു സൈഡിലൂടെ പ്രൊഡക്ഷനും പഠിച്ചു, സൈഡിലൂടെ ഡിസ്ട്രിബ്യൂഷനും പതിയെ വഴിയെ പഠിച്ചു. അപ്പം ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ അതൊക്കെ ടേക്ക് ഹോം ആണ്. അപ്പം നാളെ നമ്മൾ ഇനി ഇവിടുന്ന് മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു 10-12 വർഷത്തിനിടയിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട്, കാരണം പഴയ പോലെ അല്ല, ഇൻഡസ്ട്രി ഇവോൾവിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾക്ക് ഇന്ന് നിലനിൽപ്പുള്ളൂ. അപ്പം വെറുതെ കണ്ട് നമ്മൾ സിനിമ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം ഇപ്പൊ എല്ലാ സംവിധായകർക്കും എഴുത്തുകാർക്കൊക്കെ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റിയില്ലെങ്കിൽ സിനിമ ചെയ്യുന്നതിനുള്ള കാര്യമില്ല. അപ്പം കാരണം ആ ലെവലിലേക്ക് സിനിമയും വലുതായി. പ്രത്യേകിച്ചും ഇപ്പം ഈ ലോകം ഇത്രയും ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഈ കോസ്റ്റിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളതും കൂടെയാണ് അവിടെ എടുത്ത് പറയുന്ന ആൾക്കാർ. കാരണം ആ ബജറ്റിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇത്രയും വലിയ ക്യാൻവാസിൽ എങ്ങനെ ചെയ്തെടുത്തു. അപ്പൊ ഇന്നതൊക്കെ പോസിബിൾ ആണ്, ഇതൊക്കെ പോസിബിൾ ആണ് പ്രൊവൈഡഡ് നമുക്ക് അത്രയും പ്ലാനിങ്, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്ലാനിങ്ങും പ്രീ പ്രൊഡക്ഷനും ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അതൊരു കളക്റ്റീവായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടീം ഉണ്ടാവുക, ഈ പറയുന്ന നമ്മുടെ കൺവിക്ഷനെയൊക്കെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ ഒരാളെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. വേറൊരു പ്രൊഡക്ഷൻ ഹൗസ് എനിക്ക് തോന്നുന്നില്ല ലോക പോലത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആവുന്ന പോലും. അത് വേഫെയർ പോലത്തെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ പുറത്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടാവും പോലും നമുക്ക് സംശയം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ക്രൈസിസ് നിൽക്കുന്ന ഒരു സമയത്ത്
അപ്പം അത്തരം കൺസെപ്റ്റുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കാൻ നിൽക്കുന്ന അത് സിനിമ അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ദുൽഖറിന് ഇത്രയും ചൈക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ടേക്ക് ഹോം ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പുള്ളിക്ക് മനസ്സിലായിട്ടുള്ള പുള്ളി ആ ടീമിന്റെയും കൂടിയാണ്. അപ്പം ഇനിയുള്ള കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിയേറ്ററിൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ ഇപ്പം ഭയങ്കര, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകാൻ വലിയ പാടാണ്. ഈ വേഫെറിന്റെ ടൈറ്റിൽ വരുന്നത്, അങ്ങനെ ഒരു കൊളാബറേഷൻ വരുന്നത് വളയ്ക്ക് ഇപ്പം ഇതിന്റെ എല്ലാം ഒരു ഔട്ട്കം ഉണ്ടല്ലോ. ഈ ലോക വരുന്ന റിസൾട്ട്, ലോക എത്തുന്ന റീച്ച്, അതിനുശേഷം ആഫ്റ്റർ ലോക എന്ന് പറയുന്ന വേഫെറിന്റെ ടൈറ്റിൽ വരുന്ന അതിന് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണെന്ന് കരുതുന്നുണ്ടോ വളയുടെ കാര്യത്തിൽ? തീർച്ചയായും. പിന്നെ കാരണം ആ ബാനറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും മെയിൻ സ്ട്രീം അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിന്റെ ബാനറാണ് വേഫെയർ. അപ്പൊ പുള്ളി അവര് വെറുതെ കണ്ടൊരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ സിനിമ വസന്ത് പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണിച്ച അവരിൽ നിന്നാണ്. അപ്പൊ അവര് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം അവരെ ഇതിനെ ഫോളോ ചെയ്യാൻ വരുന്ന ലോക എന്ന് പറഞ്ഞ വലിയൊരു സിനിമനെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വലിയ ഹൈ കോൺസെപ്റ്റ് സിനിമയൊന്നുമല്ല, ഭയങ്കര റൂട്ടഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പം ഇതിനൊരു വലിയൊരു പാൻ ഇന്ത്യൻ ആ രീതിയിലൊന്നുമല്ല ഈ സിനിമ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ പോലും പക്ഷെ എല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യാന്നുള്ളതാണല്ലോ. ലോക കഴിഞ്ഞു, പിന്നെ അതിനെ ബാലൻസ് ചെയ്ത് ലോകയ്ക്ക് മുമ്പ് അവർ ചെയ്ത കന്നഡ പടവും റൂട്ടഡ് ആയിട്ടുള്ള സിനിമ. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഒരു വേറിട്ട സിനിമ തന്നെയാണ് വള ആ രീതിയിൽ. അപ്പം ഡെഫിനറ്റ്ലി അവരുടെ ഒരു ബാനറിന്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ വരുമ്പോൾ ആ സിനിമനെ ഇപ്പൊ മനുഷ്യനത് ചോദിക്കാൻ കാരണം തന്നെ ഇവര് വരുന്നോണ്ടാണ് ബാനർ വന്നു എന്നുള്ളതാണല്ലോ. ഒരു കാര്യമുള്ളത്, ഇപ്പം ഹർഷന്റെ കാര്യം പറഞ്ഞു, ധ്യാനിൽ തുടങ്ങിയൊരു കൊണ്ടൊക്കെയാണ് ധ്യാനിന്റെ നെഗറ്റീവ്സ്. ഞാൻ ഇപ്പോഴായിരിക്കും ധ്യാൻ ഇത്രയും പടം ചെയ്തിട്ട് നെഗറ്റീവായിട്ട് ആരും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അല്ല, നെഗറ്റീവ് റോൾ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ആരും വന്നിട്ടില്ല. അത്ര നെഗറ്റിവിറ്റി അത് ഈ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ അയാളിൽ നെഗറ്റീവ് ഉണ്ട് എന്ന് നമുക്ക് തോന്നാനും പാടില്ല. ക്രൂക്കഡ് എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് സാധനം അതിലും കൂടുതലാണല്ലോ. അപ്പൊ ധ്യാനിന് ആ കഥാപാത്രത്തിന് ധ്യാനം ആവശ്യമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സിനെ സമ്മതിപ്പിക്കുന്നതും വരുന്നതും പറയുന്നതൊക്കെ. അപ്പൊ അതേപോലെ ലുക്കു ഇതിന്റെ രസം വെച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നു, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉറപ്പില്ല ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ ചെയ്ത രസമായിരിക്കും പറയുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഐഡിയ ഇല്ല. നമ്മളിതൊരു ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഇത് വർക്കാവണല്ലോ. ഫസ്റ്റ് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന, കാരണം ലുക്ക് വേറൊരു സിനിമയുടെ ഷൂട്ടില്ല. അപ്പൊ ഫസ്റ്റ് ദിവസം നമ്മുടെ പോർഷനാണ് പടം നമ്മൾ തുടങ്ങുന്നത്. ഒരു സ്കെഡ്യൂൾ നമ്മൾ ചെയ്ത് ഏപ്രിൽ മാസം കഴിഞ്ഞ വർഷം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 7 ദിവസം എൻ്റെ ഈ ക്യാരക്ടറിൽ വെച്ചിട്ടാണ്. കാരണം ഇത് വർക്കായാലേ നായകനും, കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലനും സ്ട്രോങ് ആയാലും മാത്രമാണല്ലോ നായകൻ എന്തൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ പിന്നെ ഇത് വർക്കാണ്. അപ്പൊ 7 ദിവസം 8 ദിവസം നമ്മുടെ പോർഷനാണ് തുടങ്ങിയത്. അപ്പൊ ആ 7 ദിവസത്തിനുള്ളിൽ നമുക്കൊരു മീറ്റർ കിട്ടി. ഒരു ഫസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ഓക്കെയാണ്, പുരുഷോത്തമൻ നായർ ഓക്കെയാണ്. കാരണം പേരിന് തന്നെ കുറച്ച് വെയിറ്റ്. പുരുഷോത്തമൻ നായരൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന പേരല്ല. അപ്പൊ എനിക്കതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആണ്, ചെയ്യാണ്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരു ഫസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോ തന്നെ അളിയൻ പറഞ്ഞു, അളിയാവും പരിപാടി ഓക്കെ എന്ന് പറഞ്ഞു. ആക്ച്വലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. കാരണം ഞാൻ ധ്യാനിൽ നിന്ന് ഞാൻ ഡയറക്ടർ കസേരയിൽ ഇരിക്കുമ്പോൾ ധ്യാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പെട്ടെന്ന് ഒരുപാട് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില സാധനം ഉണ്ടല്ലോ. ഇപ്പോ പിന്നെ കുഞ്ഞിരാമായണത്തിലെയോ അല്ലെങ്കിൽ തിരയിലെ ധ്യാനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വന്ന് അതിനു മുമ്പ് ഇപ്പൊ ഷൂട്ട് ചെയ്ത സമയത്ത് ഏത് പടാന്ന് കണ്ടിട്ടെന്ന് അറിയില്ല. എന്നാൽ പോലും ധ്യാനിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഏത് ഫാക്ടറൊക്കെ ഇന്റർവ്യൂവിൽ വേറെ തന്നെ ഒരു ധ്യാനുണ്ട്. ഞാൻ പറഞ്ഞൊരു എങ്ങനെയാണ് ഇപ്പൊ ധ്യാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഫാക്ടർ ഉണ്ട്. നമുക്കേ ഇപ്പൊ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ക്രൂക്കഡാണ് എന്ന് നമുക്ക് തോന്നും. കണ്ടപ്പോ അല്ലല്ല, ഞാൻ പറയാം, ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് ക്രൂക്കഡാണെന്ന് തോന്നാം. പക്ഷെ എന്നാൽ അവര് ചിലപ്പോൾ സംസാരിച്ചു വരുമ്പോൾ ഇയാൾ ജെന്യൂൻ ആണല്ലോ. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ 2 ചായ അയാൾ വാങ്ങി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പോകുന്നത് അറിയൂല. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. നമ്മൾ ഒരിക്കലും അറിയൂല അയാൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ അയാൾക്ക് ചായയും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തോണ്ടേയിരിക്കും. ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ക്യാരക്ടർ ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂവിലെ ധ്യാൻ വേറെയാണ്, സിനിമയിലെ ധ്യാൻ വേറെയാണ്.
റിയൽ ലൈഫിലെ ധ്യാൻ വേറെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ധ്യാൻ എവിടെയാണുള്ളത്? ധ്യാൻ ആരാ? ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത് ഭയങ്കര വ്യത്യസ്തമാണ്. ഞാൻ ഇന്റർവ്യൂവിൽ കണ്ട ധ്യാനമല്ല സെറ്റിലെ ധ്യാൻ. അത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റിൽ വരുന്ന ധ്യാൻ വേറെയാണ്. ഇപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അവിടെ പോകുന്ന സമയത്തുള്ള ധ്യാൻ വേറെയാണ്. ഭയങ്കരമായിട്ടുള്ള വേർഷൻസ് ഉള്ള മനുഷ്യനാണ്. ഒരു വേർഷനെ കണ്ടിട്ട് ഇതൊക്കെ ധ്യാനിലെ ഹുക്കായത്. ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ തന്നെയാണ് ധ്യാനിന് ഹുക്കായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാനിനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചധികം പണിയെടുക്കേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ധ്യാൻ്റെ സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമകളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പുറത്തുനിന്നും അവിടെ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ധ്യാനിനെ ചിലപ്പം മേയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ലല്ല, ഇത് അപവാദങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് സിനിമക്ക് മുമ്പ്. അപ്പം ഈ ഡയറക്ടർ കസേരയിൽ ഇരുന്ന് മോണിറ്ററിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ സെൽഫ് ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, മോനെ കുറച്ചധികം പണിയെടുക്കണം, കുറച്ചധികം പണിയെടുക്കണം എന്നുള്ള സാധനം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടേക്ക് തന്നെ എനിക്ക് പുരുഷോത്തമൻ നായർ അവിടെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതാണ് പറയുന്നത്, അതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി. ഞാൻ കഴിഞ്ഞ് അന്ന് ഈവനിങ് ഓർ പിറ്റേ ദിവസം ഞാൻ ധ്യാനെയും കൂട്ടിയിട്ട് പുറത്തു പോയിരുന്ന് സംസാരിച്ചു. ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു, ഞാൻ ഇങ്ങനെയല്ല എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ച്. ഇത്ര നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു നീ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയല്ല ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ ഇത്രയും പടങ്ങൾ ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ വള പോലെ എന്നല്ല, ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്തൂടെ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങൾ പിടിച്ചൂടെ എന്നുള്ളത്. അപ്പൊ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയല്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക ഒരു കാലത്ത് പടങ്ങൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ മമ്മൂക്ക നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂക്ക പറഞ്ഞത് ഞാൻ എന്നിലെ നടനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണിപ്പം ധ്യാനില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമുക്ക് ഓരോ സെറ്റും ഓരോ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടെന്നുള്ളത് ഞാൻ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് മോഹൻസനാണ്. എനിക്ക് അതിനേക്കാളും ചലഞ്ച് ലുക്കുവിനാണ്. കാരണം മുണ്ടൽ പോലീസ്, ഇതിനകത്ത് വേറൊരു പോലീസാണ്, ഇതിനകത്ത് ഇനി വേറിട്ട പോലീസ് ആവണം. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പുതിയതായിട്ട് ചെയ്യുന്ന ഒരു കൗതുകമെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ എനിക്കത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളതും നമ്മൾ ചെയ്യാത്തതാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു, ഇതൊന്നും ഫലിപ്പിച്ചെടുക്കണമല്ലോ എന്നുള്ളത്. ആശാൻ വന്ന് നേരെ വന്ന് മറ്റേ സ്ഥിരം പോലീസാണല്ലോ, യൂണിഫോമിലാണ് വരുന്നത്. എത്ര സ്റ്റാർ എടുക്കണം? പക്ഷേ ഈ സിനിമയിൽ അത്ര യൂണിഫോം പരിപാടികളൊന്നുമില്ല, 2 സീനിലാണ്. പിന്നെ ക്യാരക്ടർ അല്ല, എനിക്ക് ഇതും ചെയ്യുന്നത് ഇപ്പൊ ലുക്ക് ആണെങ്കിൽ ഒരു ഇന്റൻസ് ആക്ടർ എന്നുള്ള രീതിയിലാണല്ലോ വന്നത്. ഇപ്പം ഒന്നുകിൽ അടിപൊട്ടും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഒരു ഇന്റൻസ് ഇതാണ്. ഇപ്പൊ ഇതിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് മറ്റേ ജിംഖാനയിൽ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഓഫ്ലൈനിൽ അത്രയും ഒന്നിച്ച് താമസിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ സിനിമയിൽ അഭിനയിക്കാത്ത അത്രയും പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ഞാൻ കഠിനം ചെയ്യുന്ന സമയത്ത് പോലും ലുക്കുവിനെ വിളിച്ചിട്ടില്ല. കാരണം ഞാൻ ലുക്ക് ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് കഥകൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ഒരു റൂമിലാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡയറക്ടർ ആവാൻ നടക്കുന്ന പോലെ അവൻ നടനാവാൻ നടക്കുന്നുണ്ട്. അവൻ നടനാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഡയറക്ടറാണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. അവിടെ എനിക്കൊരു ഭയങ്കര ചലഞ്ചിങ് സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡയറക്ടർ ആവാൻ വേണ്ടി പോകുമ്പോൾ അത് ലുക്കുവിനെ വിളിച്ചിട്ട് ചെയ്യണം എന്നുള്ള സാധനത്തിൽ നിന്ന് ഞാൻ മാറി ഞാൻ ഡയറക്ടറായി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലുക്കുവിലേക്ക് പോവാം എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പോൾ ബേസിലിനെ വെച്ചിട്ട് പടം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലുക്കുവിലേക്ക് വരുന്നു. ലുക്കുവിലേക്ക് വന്നിട്ട് ഞാൻ ലുക്കുവിനോട് പറഞ്ഞത്, എന്നോടും അർഷദ്ഖാനോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊരിക്കലും ഈ സിനിമക്ക് ഓക്കെ പറയരുത്. അർഷദ് ഖാനെ വിളിച്ചിട്ട് ലുക്കു ഇങ്ങനെ ഒരു പടമുണ്ട് ചെയ്യണം എന്ന് പറയുന്ന പോലെയല്ല. കഥ ഞാൻ പറയും, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ചെയ്യാം, കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ഒരുമിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെയാണ് ഞാൻ ലുക്കുവിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ലുക്കുവിൻ്റെ അടുത്ത് ഞാൻ കഥ പറയുന്നു. അതിന് ശേഷം മാത്രമാണ് ഞാൻ ലുക്കുവിനെ ഇന്നാക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിച്ചു ചോദിച്ചു, ആളിയാ കഥ ഓക്കെ ആണെങ്കിൽ മാത്രം, വേറൊരു സെൻറ്റിമെൻറ്റ്സും ഇതിലില്ല, ഓക്കെ ആണെങ്കിൽ മാത്രം മതി, അപ്പോൾ ഓക്കെ ആണ് എന്നുള്ളതിലാണ്. അത്
ആ ട്രസ്റ്റ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പോയിട്ടുള്ളത്. ലുക്കു മനുഷ്യനെ തന്നെ കണ്ടാൽ മനസ്സിലാവും എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലുക്കുവിൻ്റെ ചേഞ്ച് ആസ് ആൻ ആക്ടർ അയാളുടെ പെർഫോമൻസിൽ എത്രമാത്രം ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഭയങ്കര മെച്ചുവേർഡായി പോയിക്കൊണ്ടിരിക്കുക. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സങ്കടമുണ്ട്. പക്ഷെ ലുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവൻ ബേസിലിനെ വെച്ച് പടം എടുത്തത്. ലുക്കിന്റെ മുന്നിലാണ് ബേസിലിനെ വെച്ച് പടം എടുത്ത ലോകത്തില്. അതിന് അങ്ങനെ ഒരു റീഡിങ് ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും യൂത്ത് സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം നല്ല സാറിന്റെ അടുത്തേക്ക് എത്താൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. അല്ല, ബേസിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളിയ ധ്യാനം വെച്ചിട്ട് പടം ചെയ്യുന്നു, നോക്കി കണ്ടുപിടിച്ചോണ്ടി നല്ല ശ്രദ്ധിച്ചു. സൂക്ഷ്മദർശിനിന്റെ സെറ്റ് ഉണ്ട്. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ബേസിലിനോട് പറഞ്ഞ് സൂക്ഷ്മദർശിനിന്റെ സെറ്റിൽ വെച്ചിട്ട് ധ്യാന അസാധ്യ നടനാണല്ലോ ബേസിൽ, എന്താ ഇങ്ങനെ എനക്ക് അറിയാഞ്ഞിട്ടും ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നടനാണ്. ബേസിൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ബേസിൽ പറഞ്ഞാണ് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നടനാണ്, അതാ പൊട്ടൻ അറിയില്ല എന്നുള്ളത്. എന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ തുടങ്ങി വർഷം ശേഷം 16 ടേക്ക് തെറ്റിച്ചപ്പോ ബേസിലിന്റെ ആദ്യ നായകനുമാണ്, തിരിച്ചുവാണല്ലോ. ബേസിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷനും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ധ്യാനില്. പക്ഷെ ഇവര് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ സംഭവം. എനിക്ക് അവനിലും ഈ ഒരു ഇപ്പൊ ബേസിലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബേസിൽ സത്യത്തിൽ ഈ പറഞ്ഞ ഇത്രയും ഒരു ഗ്യാരണ്ടീഡ് സ്റ്റാർഡവും അല്ലെങ്കിൽ തുടർച്ചയായ സക്സസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഏതാണ്ട് പറയുകയാണെങ്കിൽ ഒരു തുടക്കത്തിൽ അത് അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടുള്ള ആള് മുഹസിനാണല്ലോ. ബേസിലിന് അങ്ങനെ ഒരു ക്യാരക്ടർ കൊടുക്കാം. അത് മാത്രമല്ല അത് ഭയങ്കര ഇമോഷണൽ ലേയേഴ്സ് ഒക്കെ ഉള്ള കുറച്ചൊരു കടുപ്പപ്പെട്ട അല്ലെ ഒരു അന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണല്ലോ കൊടുത്തത്. ശരിക്കും എന്തായിരുന്നു ഇപ്പൊ പൊന്മാനൊക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ വന്നത്. പക്ഷെ അന്ന് നോക്കുവാണെങ്കിൽ ബേസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടങ്ങളിൽ ഒന്നാണല്ലോ. എന്തായിരുന്നു അങ്ങനെ ഒരു കോൺഫിഡൻസ് ബേസിലിനെ കൊണ്ട് ചെയ്യിക്കാന്നുള്ളത്? ശരിക്കും ഈ ക്യാരക്ടർ എനിക്ക് ഒരു നോൺ ഫെയിം ആയിട്ടുള്ള ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റിനെ വേണമായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ തപ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പറയുമ്പോൾ ഹാപ്പി അവേഴ്സ് ആയിരുന്നു അന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സമയം എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് സമീർക്കനോട് ഓക്കെ ഞാനിന്ന് പുറത്ത് പോയിട്ട് ചെയ്തോട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങായിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അടുത്ത പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ. ബേസിൽ നിന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബേസിൽ അന്ന് സ്റ്റാർ അല്ല, അതായത് സ്റ്റാർ ഇൻ ദ സെൻസ് ഒരു ഭയങ്കര സ്റ്റാർഡം ഉള്ളൊരു ആളല്ല, ഒരു നെക്സ്റ്റ് വീട്ട് പയ്യൻ എന്ന് പറയുന്ന ഒരു നമ്മുടെയൊക്കെ ചുറ്റിലും കാണുന്ന ഒരാൾ മാത്രമായിരുന്നു ബേസിൽ. എല്ലാവർക്കും ഇപ്പോഴും ബേസിൽ അങ്ങനെ തന്നെയാണ്. അതായിരുന്നു എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ബേസിലേക്ക് എത്തുന്നതും. പിന്നെ ബേസിൽ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ഉണ്ടായിരുന്ന എന്താ വെച്ചാൽ ബേസിൽ ആ സമയത്ത് ഭയങ്കര ഫൺ കോമഡി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടുള്ള എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ അർഷേഖനോട് ആരോടോ പറഞ്ഞു ഏറ്റവും ഫണ്ണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അതിനേക്കാൾ അപ്പുറത്ത് ഇമോഷൻ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു ശ്രീജ ചേച്ചിയിലും. ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ശരിക്കും അവർ അടച്ചിട്ട് റൂമിൻ്റെ ഉള്ളിലിരുന്ന് അത്രയും പെർഫോം ചെയ്തിട്ടാണ് മറ്റൊരാൾക്ക് സൗണ്ട് കൊടുക്കുന്നത്. അവർ അതിനേക്കാൾ നല്ല പെർഫോമൻസ് നമുക്ക് സിനിമയിൽ ഓൺ സ്ക്രീനിൽ തരാൻ അവർക്ക് കാലിബറുള്ള ആളാണ്. ഇത് രണ്ടും ഇങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ബേസിൽ അയാളുടെ 200% തന്നു എന്ന് വേണം പറയാൻ. ഓരോ ദിവസം ബേസിൽ സെറ്റിൽ വന്നിട്ട് മരണമാണല്ലോ, മരണത്തിൻ്റെ സീക്വൻസുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബേസിൽ എക്സോസ്റ്റഡ് ആവാൻ തുടങ്ങി. അയാൾക്ക് പറയുന്ന ഒരു അച്ഛൻ മരിച്ച ഫീൽ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ പിറ്റേ ദിവസം മുതലും ഒരു മരണം 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 ഈ ഒരു സാധനത്തിലേക്ക് ടോട്ടൽ അയാൾ ചേഞ്ച് ആവാൻ തുടങ്ങി. പിറ്റേ ദിവസം നേരെ രാവിലെ ഇറങ്ങുന്നു, എന്നോട് പറഞ്ഞു ഒരു 8:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി സെറ്റിൽ വരുള്ളൂ, എനിക്കിത് ചേഞ്ച് ആക്കാതെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകും. ബീച്ചിൽ ആരാണോ ക്രിക്കറ്റ് കളിക്കുന്നത് അവരുടെ കൂടെ ക്രിക്കറ്റൊക്കെ കളിച്ച് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ മുമ്പിൽ വരുന്നത്. അത്ര അധികം ആ ക്യാരക്ടറിനെ അയാൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഷോട്ട് കഴിഞ്ഞ് ക്ലൈമാക്സിലെ മറ്റേ ആ കബറടക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞ്
ഈ ഇതാണല്ലോ ഇട്ട് എന്താ പറയുക നമ്മുടെ പി പി കിറ്റ്. ഈ പി പി കിറ്റിനുള്ളിൽ ഉള്ളിൽ കയറിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നത്. ഓൾറെഡി ബീച്ച് സൈഡാണ്, ഈ ഉപ്പുകാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് ടയർഡാവുന്നു. ഇതിൻ്റെ ഉള്ളിലും കൂടെ കയറുന്നതോട് കൂടിയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത് തീർന്നു. നമ്മളതൊരു മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടു, ഹാപ്പി. ബേസിൽ പുറത്തേക്ക് അങ്ങോട്ട് ഓടി ബസ്സിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് പോയി. അയ്യാ അങ്ങോട്ട് വാ എന്താ ഒരു സിഗരറ്റ് ഉണ്ടാവും. അങ്ങനെ അയാൾ ഒരു സിഗരറ്റ് വാങ്ങുന്നു. നമ്മൾ ജസ്റ്റ് സിഗരറ്റ് വലിക്കില്ല, ഒരു പുക എടുത്തിട്ട് ആശ്വാസത്തോടെ അങ്ങനെ നിന്നു. എന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തു. ഇതായിരുന്നു ആ ക്ലൈമാക്സിൻ്റെ, നമ്മൾ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തതിൻ്റെ ശേഷമുള്ള സാധനം. അത്ര അധികം ആ വ്യക്തിയിൽ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിരുന്നു. ലുക്മാനോട് ചോദിക്കുന്നത്, ഇപ്പം വള പോലത്തെ സിനിമ, ഇപ്പം ലുക്മാനിക്കൊന്നും ഇപ്പം ദായവും ഒക്കെ പോലെ ഹർഷദിൻ്റെ ഒക്കെ ഇനീഷ്യൽ ജേണി മുതൽ കണ്ടതാണ്. അന്ന് നിങ്ങൾ ഇപ്പം എറണാകുളത്ത് എവിടെയെങ്കിലും ഈ പടം ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? ഒരു ചിൽഡ്രൻസ് അതെ, ഞാനൊന്നും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ആലോചിച്ചിരുന്നു. അത് മാറി ഇപ്പം വളയെത്തുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും ലീഡിങ് പ്രൊഡക്ഷൻ ഹൗസ് അത് തിയേറ്ററിൽ എത്തിക്കാൻ റെഡിയാവുന്നു. ആ ജേണിയിൽ സംഭവിച്ചൊരു മാറ്റം ഉണ്ടല്ലോ. അതിൽ ഈ പറയുന്ന നിങ്ങളുടെ കൂടെ അന്നുള്ള ആളുകളെല്ലാം ഇപ്പം ഈ മുഹാസിനുണ്ട്, ഹർഷദുണ്ട് എന്ന് പറയുന്ന സാധനം. പക്ഷെ അതേസമയം തന്നെ ഒരു ലീഡ് ആക്ടർ റോളൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ കംഫർട്ട് സോൺ ഉണ്ട്, പക്ഷെ കംഫർട്ട് സോൺ ഇല്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. നമ്മളുടെ ഏതെങ്കിലും ഒരു പടം തിയേറ്ററിൽ വന്നിട്ട് അത് സക്സസ് ആവാതെ പോയാൽ പോലും അത് നമുക്കുണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടും ദുരിതവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്താണ് ഈ ഒരു വളവരെയുള്ള ജേണി, നമ്മൾ ഒന്നിച്ചു തുടങ്ങിയ യാത്ര? അത് ഭയങ്കര, അതിനെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഇതാണ്. കാരണം അത് ആ സ്റ്റേജ് എല്ലാം അങ്ങനെ കണ്ട് വന്നതും, പിന്നെ എല്ലാവരും പിരിഞ്ഞ് എല്ലാവരും ഒറ്റയ്ക്ക് സിനിമ അന്വേഷിക്കാൻ തുടങ്ങിയതും, അതിലിപ്പോൾ കുറേ പേര് ഇനി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അവരൊക്കെ തിരിച്ച് ഇൻ ദ സെൻസ് മതി നിർത്തി പോകാമെന്നുള്ള രീതിയിൽ പോയി. ഇപ്പോൾ ദുബായിലൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല സ്ഥലത്തുനിന്നായി വന്നവർ. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൗഹൃദത്തിൽ വന്നവരാണ്. സിനിമയായിരുന്നു ഇതിൻ്റെ ഒരു ഫാക്ടർ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വന്നെങ്കിലും പിന്നെ കൊച്ചിയിൽ നിന്നും എറണാകുളത്തു നിന്നും പല സ്ഥലത്തും ജില്ലയിൽ നിന്ന് വന്ന ആളുകളൊക്കെ ആയിട്ട് സൗഹൃദം. ഇപ്പോൾ ഈ തരുൺമൂർത്തി ആണെങ്കിലും ഉല്ലാസാണെങ്കിലും ഖാലിദ് റഹ്മാൻ ആണെങ്കിലും എല്ലാവരും പിന്നെ അങ്ങനെ വലിയ അതിങ്ങനെ ആ ബന്ധം ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ വലുതായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ വളർച്ചയും ചെറിയ രീതിയിൽ ഇങ്ങനെ നമുക്കും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റി. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടതിലോട്ടുള്ളൊരു യാത്ര എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങി. നമ്മൾ അന്ന് എങ്ങനെ താമസിച്ചിരുന്നത്, ഇപ്പോൾ താമസിക്കുമ്പോൾ, ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി അന്ന് എങ്ങനെ എത്രത്തോളം ബുദ്ധിമുട്ടിയത് നമ്മൾ കാരണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതൊക്കെ സിനിമയിൽ തന്നെ ഉണ്ടായത്, ഈ സൗഹൃദത്തിൽ നിന്നും ഈ സിനിമയിൽ തന്നെ ഉണ്ടായത്. അത് അത്രയും വാല്യുബിളാണ്. ആ വാല്യൂ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് റിലീസായി ആളുകൾ ഇത് നല്ല അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയുള്ളത്. അതായ ഡബിൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ അതിൻ്റെ ഒപ്പം ചോദിക്കുന്നത്, ഇപ്പോൾ റഹ്മാൻ അടക്കമുള്ള എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ സൗഹൃദം കൊണ്ട് മാത്രം ആവർത്തിക്കില്ലല്ലോ, പെർഫോമൻസ് മാത്രമല്ലോ. തുടരും അതിനിടയിൽ മിസ്സായി പോവുകയും ചെയ്യും. അതെ തുടരായാലൊരു ക്യാരക്ടർ ചെയ്യാനായിരുന്നു തരുൺ അങ്ങനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ ചെയ്യണോ ചെയ്യണ്ടേ നീ തീരുമാനിക്കുക. അങ്ങനെ ഒരു ചെറിയ പരിപാടിയാണ്, പക്ഷേ നീ ഉണ്ടെങ്കിൽ. പക്ഷെ അതന്ന് ഞാൻ വേറെ ഷൂട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയത്. പിന്നെ എന്തായാലും നമ്മൾ ജാവ 2 നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് ആശ്വാസമൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഞാൻ നിങ്ങളൊരു സൗഹൃദത്തിൻ്റെ തന്നെ തുടർച്ചയിലുള്ള സമയത്ത് നമുക്ക് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ടീമിൻ്റെ തന്നെ ഇപ്പം ഞാൻ തുടരും മാത്രം മെൻഷൻ ചെയ്തതല്ല, അങ്ങനെ അവരുടെ ഒരു ഗ്രാൻഡ് സക്സസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിന് മിസ്സായി പോയാൽ പല കാരണം ഉണ്ടായി. അത് വ്യക്തിഗതമായിട്ട് സങ്കടം ഉണ്ടാവില്ല ഒരിക്കലും. ഒരു 200 day പോസ്റ്റർ ഒക്കെ കണ്ടപ്പോൾ ഇല്ല, എനിക്കൊരിക്കലും ഞാൻ ഉണ്ടായില്ല എന്നുള്ള ആലോചിച്ചിട്ട് അങ്ങനെയല്ല. നമുക്കൊരു നമ്മള് മിസ്സാക്കിയ ബസ് അല്ല, എന്താ വെച്ചാൽ അത് അപ്പൊ തരുൺ അവിടെ സ്ട്രോങ് ആവാണല്ലോ, തരുണിന്റെ ബേസ്. അതെന്തുകൊണ്ടും നമുക്ക് തുടരും കൊണ്ട് നിർത്തുന്നില്ലല്ലോ. അപ്പൊ ഇനിയും മുന്നോട്ട് പോകുമല്ലോ, നമ്മൾ തുടരുമല്ലോ. അപ്പൊ അത് ഭയങ്കര നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒപ്പമുള്ള ആർക്ക് സക്സസ് ഉണ്ടാകുമ്പോഴും അതിൽ നമ്മൾ ഭാഗമില്ലെങ്കിൽ പോലും അത് നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് ഗുണം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ധ്യാനോട് അടുത്ത പടത്തില് ലുക്മാന്റെ ഏതാ റോള് എന്നുള്ളത് അടുത്ത പടം സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്ടോറിൽ വരുന്ന സമയത്ത് ബോണ്ടിങ് അതാണ്. ആക്ച്വലി ഇവിടെ ഒരു നല്ലൊരു ബോണ്ട് ഉണ്ട്. ആക്ഷൻ സീക്വൻസിൽ
ഉണ്ടായിരുന്നു അല്ലേ? അതിൽ സംഭവിച്ചതാണ്. ഞാൻ ആ ഒരു കയ്യിൽ ഇത് ഈ പടത്തിന് വേണ്ടിട്ടായിരുന്നു അല്ലേ? ചെറിയ ചവിട്ട് കിട്ടിയപ്പോ തെറിച്ച് വീണത് കൈ ഒടിഞ്ഞു. അതെ, അതിശയമായിട്ട് അങ്ങനെ സംഭവിച്ചു. അത് സത്യത്തിൽ അങ്ങനെ എനിക്ക്, പക്ഷെ പേഴ്സണലി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര പെയിൻ ആയ കാര്യം, വേദന ആയ കാര്യം. ഞാൻ മുവാഷിനെ ഒരുപാട് പ്രാവശ്യം വിളിച്ച്, ധ്യാൻ ചേട്ടൻ എന്നെ ഒരുപാട് മെസ്സേജ് അയച്ച്. എന്താ ശരിക്കും എന്താ സംഭവിച്ചത്? വളരെ പക്ഷേ ധ്യാൻ ചേട്ടൻ വളരെ കൂളായിട്ട് എനിക്ക് ഓർമ്മ, ഞാനൊന്ന് കണ്ടു. എനിക്ക് തോന്നുന്നത് സർജറിയും ചവിട്ട് തന്നെ. സത്യം ഞാൻ ചവിട്ടിയതാണ് ആ ചവിട്ട്. പക്ഷെ കൊണ്ടപ്പോ അത് ബാലൻസ് പോയി. അപ്പോ ടൈമിംഗ് ഇഷ്യൂ. പക്ഷെ എന്താ വെച്ചാൽ ഒരിക്കലും പൊട്ടിന്ന് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായില്ല. ഇതൊന്നും കൈ കുത്തിയത്, ബാക്കിൽ കുത്തിയത് കറക്റ്റ് അറസ്റ്റിന്റെ ഇതോടെ ആയിപ്പോയി. അപ്പൊ അവിടെ നിന്ന് പൊട്ടി. അതൊക്കെ സിനിമയിൽ അതൊന്നൊരു അന്ന് സ്കെഡ്യൂൾ ആയിപ്പോയി പടം. അതാണ് അതിലൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത്. അതാണ് അപ്പൊ ആക്ഷൻ ഉണ്ടെന്ന് കൂടി പറഞ്ഞല്ലേ? പടം ഒരു ആക്ഷൻ കൂടി പാറിക്കാരന് അടി കിട്ടുന്ന പടം കൂടിയാണ്. അടി കൊടുക്കുന്ന ഒരു നല്ല ചവിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ടൈമിംഗുള്ള ചവിട്ട് മറ്റേ ഈ റോയായിട്ടേ ഇപ്പൊ ജിംഖാന വേറൊരു ഹൈ ജിംഖാന കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇതിൽ ജോയിൻ ചെയ്യണേ. ഖാലിദ് മറ്റേ ഇവരോട് ശരിക്കും അടിക്കാനാ പറയാ അല്ലേ? ചില ഷോട്ടിനെ മാത്രമേ ശരിക്കും കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ. പക്ഷെ ഇതിന്റെ കാര്യമില്ലായിരുന്നു. അല്ല, ഇത് അതുവരെ ഫൈറ്റ് ഒക്കെ ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്ര ആളുകളായിട്ട് അല്ലല്ല, ലാസ്റ്റ് ആയി ഫൈറ്റ് എല്ലാരായിട്ടും ഫൈറ്റ് തോന്നുന്നു 8-9 പേരായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 9 പേരാ 10 പേരായിട്ടുണ്ട് ഇവര് വില്ലന്മാരെ. നെക്സ്റ്റ് ഡേ ഞാൻ എവിടെഞ്ഞു പോയി. പിറ്റേ ദിവസം നീ ഏതോ ഫൈറ്ററായിട്ട് എന്തൊരു ഫൈറ്റ്, അതേ ഫൈറ്റിന്റെ ഇടയിൽ എവിടെയോ തല ഇടിച്ചിട്ട് ഇവൻ നേരെ ആശുപത്രി. അത് ഒരു റോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തല വെച്ച് ഒരു ഇതിലിടിച്ച്. അതും ടൈമിങ് മാറി. അത് അവർ വലിച്ച ഒരു കാര്യം. ഇപ്പൊ നമ്മൾ പോസ്റ്ററിൽ തൊട്ട് പിന്നില് വിജയരാഘവൻ ചേട്ടനുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോവിഡ് നേരത്തെ തന്നെ വിജയരാഘവൻ എന്ന ആക്ടറിന്റെ പല റേഞ്ച് റോൾസ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം കിഷ്കിന്ദ അടക്കമുള്ള പടങ്ങൾ, പൂക്കാലം ഒക്കെ പറയുകയാണെങ്കിൽ ഒരു അതിഗംഭീര മേക്ക് ഓവറിലൂടെയാണ് പോകുന്നത്. ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടാണ് ഒരു മേക്ക് ഓവർ സംഭവിക്കുന്നത് പുള്ളിയുടെ ഓരോ പടത്തിലും. ഇതിൽ എന്ത് തരം റോളാണ്? ഇതിൽ വളരെ പാവത്താനായിട്ടുള്ള, വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവ്, അപ്പുറത്തേക്കൊന്നുമില്ല. പ്രവാസി, ഒരു പ്രവാസി. ശരിക്കും എനിക്ക് കുട്ടേട്ടനും ശാന്തി ചേച്ചിയും വരുന്ന ഫ്രെയിമുകൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫ്രെയിമുകളായിട്ട് മാറിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള പെയറിങ്, അല്ലെങ്കിൽ ആ കപ്പിൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും അത് കുറച്ചും കൂടെ സംസാരിക്കാനും ചർച്ച ചെയ്യപ്പെടാനൊക്കെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അവരുടെ ബോണ്ടിങ്. ഈ ധ്യാന സംബന്ധിച്ച് എനിക്കൊന്നും ഒരുപാട് സ്ഥലത്തൊന്നും ലൊക്കേഷനൊന്നും ശ്രീനിയായിട്ടും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. പക്ഷെ വീട്ടിൽ കണ്ട ഒരുപാട്, ചെന്നൈയിലൊക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ അച്ഛനൊപ്പം അഭിനയിച്ച, അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചും അച്ഛനൊപ്പം ഉള്ള സയാത്രയിലേക്ക് ഒരുപാട് കഥകൾ പറയുന്ന ആളുകളുടെ തോളെ കൈയിട്ട് ഞാൻ ഇപ്പം സ്വാമിയേട്ടൻ്റെ കാര്യത്തിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഒരുപാട് കിട്ടുന്നില്ല. ഞാൻ സിനിമ സക്സസോ ഫെയിലിയറോ എന്നുള്ളതിനപ്പുറത്ത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കൂടി പാരലി നടക്കുന്നുണ്ടല്ലോ, ഞാൻ അവരോടുള്ള അടുപ്പം എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും എൻജോയ് ചെയ്യുന്നൊരു സ്പേസ് ആണോ? പിന്നെ തീർച്ചയായിട്ടും. അതിപ്പം ലാസ്റ്റ് ഇപ്പൊ സിദ്ദിഖിന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടനും സിദ്ദിഖുണ്ട്. അപ്പൊ വെച്ചുകഴിഞ്ഞാൽ അവര് ഇപ്പൊ എന്റെ പല കാര്യങ്ങളും അവര് സഹിക്കുന്നത് അച്ഛനോട് കൂടെയുള്ള ഇതും കൂടെ ഉണ്ട്. ശ്രീനിയേട്ടന്റെ മോനായി പോയി ഒരു സാധനം കൂടെ വെച്ചിട്ടാണ്. അപ്പൊ അതൊരു നമുക്ക് വരുന്നൊരു സ്പേസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തും പറയാം, എന്തും ഷെയർ ചെയ്യാം, എന്തിനെ കുറിച്ചും അവര് നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും. ഒരു സീനാകുമ്പോഴും ഇപ്പൊ ഇവരിരുന്ന് വർക്ക് ചെയ്യുന്ന, ഞാൻ ഫ്രണ്ട്സിന്റെ പ്രൊമോഷന്റെ സമയത്ത് പറഞ്ഞത്, അവരിപ്പോഴും ചില ആൾക്കാർ അല്ലെങ്കിൽ സീനിയേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള, അവരൊരു സീനൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ, എനിക്കൊന്ന് കുട്ടിയേട്ടനൊക്കെ തന്നെ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് ഭീകരമാണ്. അതെനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മളൊക്കെ അങ്ങ് ചെയ്തു പോയിട്ട് അല്ലെങ്കിൽ ഓക്കെയാണോ അതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളില് ഇവരിതിന് വേണ്ടി എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആ ഫിലിമിന്റെ ഡിജിറ്റൽ ആയതിനു ശേഷമുള്ള അല്ലെങ്കിൽ ഫിലിം ആയിരുന്ന മുന്നേ ഉള്ള വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില പേര് അന്ന് റിഹേഴ്സലാണല്ലോ, ടേക്കിന് മുന്നേ റിഹേഴ്സൽ എടുത്ത് ഇവരിത് പ്രിപ്പയർ ചെയ്ത്, പിന്നെ ഇവർക്ക് ചില ദിവസങ്ങളൊക്കെ ക്യാരക്ടർ കിട്ടിയില്ലെങ്കിലൊക്കെ ഇവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന കണ്ടിട്ടുണ്ട്.
പ്രത്യേകിച്ച് ദിലീപണ്ണെ കുറിച്ചിട്ട് അത് ഇങ്ങനെയല്ല, അതങ്ങനെ നമ്മൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ഒന്നുമില്ല. നമ്മൾ ഈ ഡയറക്ടറായിട്ടുള്ള ഇന്ററാക്ഷനും ഇത് മതിയോ ഓക്കെ ആണോ, പക്ഷെ അവരുടെ പ്രോസസ്സ് അങ്ങനെയല്ല. അവർക്ക് സ്വയം സെൽഫ് ആ സാധനം വർക്ക് ആവുന്നിടത്തോളം ഡയറക്ടർ ഓക്കെ പറഞ്ഞോ ഇല്ലയോ എന്നതിനപ്പുറം അവർക്കത് വർക്കായില്ലെങ്കിൽ അവർക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അത് ഞാൻ നേരിട്ട് സിദ്ദിഖിയും ദിലീപണ്ണൊക്കെ ചില സീനുകൾ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഭയങ്കരമായിട്ടുള്ള ശ്രമമാണ്. ഒരു സീനിനെ വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നോക്കി എന്നിട്ടാണ് ടേക്കിന് പോകുന്നത്. അപ്പം നമ്മളത് ഇവര് ഭയങ്കര ഈസി ചെയ്തു പോകുന്നതാണ്. പക്ഷെ ശ്രമം ഭീകരമാണ്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ അത്ഭുതം. നമ്മൾ ആക്ച്വലി നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ററാക്ഷൻ പറയുന്നു ചെയ്യുന്നു, അത് ഓക്കെയാണ്, ഓക്കെ അല്ല 1 more. പക്ഷെ ഇതല്ല, ഇവർക്കിടയിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് ഹ്യൂമർ ഒക്കെ വരുന്ന സ്ഥലത്ത്. അത് അവരത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ് നോക്കി നീ ഇത് പറ ഇത് ഡയറക്ടർ പോലും അറിയുന്നുണ്ടാവില്ല. ഡയറക്ടറിനെ അറിയിക്കാതെ ഇവരൊരു സാധനം കൂടെ പ്ലാൻ ചെയ്തൊക്കെ വെക്കും. അതൊക്കെ ഭയങ്കര നമ്മള് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ പോയി നിൽക്കാൻ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ പോയി നിൽക്കാൻ കാരണം, ഞാൻ നിന്ന് നോക്കാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ ശ്രീനേട്ടന്റെ നീ ഇവിടെ അവിടെ നിൽക്കും. ബാക്കിയുള്ളവർക്ക് ഇത് കാണാനുള്ള അവസരം ഉണ്ടാവില്ല, പക്ഷെ ഞാനിത് കണ്ടിട്ടുണ്ട്. മോഹൻസിനല്ലേ ഇപ്പം വള മ്യൂസിക്കലാണോ? കാരണം ഈ കഠിനത്തിന്റെ കാര്യത്തിൽ ഗോവിന്ദ് വസന്തയുടെ കഠിനത്തിന് ശേഷം അതേ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ തുടരുന്നത് ഗോവിന്ദാണ് ഈ പടത്തിലുള്ളത്. അതിന്റെ ടോട്ടൽ എയറിൽ അങ്ങനെ ഒരു ഇമോഷണൽ മ്യൂസിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെ മ്യൂസിക്കലായിട്ടായിരുന്നു കഠിനത്തിന്റെ കാര്യത്തിൽ. വളയോ സെയിം. വള എനിക്ക് തോന്നുന്നു കഠിനം കുറച്ചും കൂടെ ഇമോഷണൽ ഡെപ്ത് ഉള്ള മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പാറ്റേൺ ഓഫ് മ്യൂസിക്കാണ് നമ്മൾ ഇതിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി. ഗോവിന്ദ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഗോവിന്ദ് തൊടാത്ത അല്ലെങ്കിൽ ഗോവിന്ദ് ട്രൈ ചെയ്യാത്ത ഒരു മ്യൂസിക് പാറ്റേൺ ആയിരിക്കും ഇതിലെ മൊത്തം പരിപാടികൾ. അപ്പോൾ ഇതിൽ തന്നെ ഗോവിന്ദിൻ്റെ വർക്ക് പാറ്റേൺ അടക്കം കഠിനത്തിലുള്ളത് ഇതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഗോവിന്ദ് ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യലായിരുന്നു, പക്ഷേ ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഗോവിന്ദ് വർക്കിൻ്റെ ടൈം മാറ്റി. അയാൾ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ എൻ്റെ ഉറക്കം പോയി. എനിക്ക് രാത്രി ഉറക്കമില്ല. ഞാൻ രാത്രി ഏകദേശം ഒരു 3 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുക. ഈ എഡിറ്റിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് രാത്രിയാണ് പരിപാടികളൊക്കെ നടക്കുക. അപ്പോൾ 3 മണിക്ക് ഉറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണിയാകുമ്പോൾ ഗോവിന്ദ് എഴുന്നേൽക്കും, പിന്നെ മ്യൂസിക്കിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ കോഴിക്കോടാണെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് എനിക്ക് അയച്ചു തരും, ഇത് ഓക്കെയാണോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ അയച്ചു തരികയും ആ ഡിസ്കഷൻ നമ്മളൊരു 10 മണി വരെ പോകും. ഒരു 4 to 10 മണി വരെയുള്ള ആ ടൈമാണ് നമ്മുടെ മ്യൂസിക്കിൻ്റെ ടൈം. ഇതെനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയി തുടങ്ങി. പിന്നെ എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് 10 മണിക്ക് ശേഷം നിർത്തുമ്പോഴാണ് ഞാൻ പിന്നെ ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പകൽ മൊത്തം ഉറങ്ങിയിട്ട് തീർത്ത് വീണ്ടും രാത്രിയിൽ വർക്ക് ചെയ്ത് 4 മണിക്ക് ഗോവിന്ദിൻ്റെ കൂടെ വീണ്ടും എഗെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഗോവിന്ദിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നമ്മൾ ഈ സിനിമയിൽ മ്യൂസിക്കിന് പണിയെടുത്തിട്ടുണ്ട്. ഗോവിന്ദ് അത് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത്യാവശ്യത്തിലധികം സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അവൻ്റെ ജോണർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളും നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഓഫ് പാട്ടുകൾ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് പാട്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. കഥയ്ക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ചെറിയ കുഞ്ഞു ലൈൻസുകളും പരിപാടികളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളതിനെ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് എൻ്റെ വരെ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം യാവർ, ആ കാശ്മീരിൽ നിന്ന് വന്നിട്ടുള്ള സിംഗർ. അയാൾ ശരിക്കും അയാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പോലും ഒരു മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത, റെസിസ്റ്റൻറ്റ് മ്യൂസിക്കിൻ്റെ ഭാഗമായി മാത്രം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള വേറൊരു തരത്തിലുള്ളൊരു മ്യൂസിക് കമ്പോസറും സിംഗറൊക്കെയാണ് യാവറിനെ നമ്മൾ വിളിക്കുന്നു. യാവറിനെ വിളിച്ചിട്ട് ഒരു അറബിക് സോങ്ങും ഒരു ഹിന്ദി സോങ്ങും ഉണ്ട്, ഇത് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നതോട് കൂടിയിട്ട് തൈക്കുടം ബ്രിഡ്ജ് എന്ന് അവൻ ഇങ്ങോട്ട് ചോദിക്കുക. അവൻ ഒറ്റയടിക്ക് സമ്മതിക്കുന്നു. അടുത്ത വണ്ടി കയറി അവൻ ഇവിടെ വരുന്നു, ഗോവിന്ദുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഗോവിന്ദ് എന്ന് പറയുന്ന തൈക്കുടം എന്ന് പറയുന്ന ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ബാൻഡിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ടാണ് അവൻ വരുന്നത്. അവൻ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ എവിടെയും പാട്ട് പാടില്ല അല്ലെങ്കിൽ വരില്ല എന്ന് ഉറപ്പിച്ച് പോയിക്കൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ശങ്കർ മഹാദേവൻ ഒരു പാട്ട് ഇതിൽ പാടിയിട്ടുണ്ട്.
ശങ്കർ മഹാദേവനും ഗോവിന്ദ് അല്ലെങ്കിൽ തൈക്കുടം, ഈ 2 സാധനത്തിലാണ് വരുന്നത്. അപ്പോൾ ഗോവിന്ദിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാളികൾക്ക് മാത്രമായിരിക്കാം ഗോവിന്ദ് അത്ര ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ അല്ലാത്തത് എന്നെനിക്ക് തോന്നുന്നു. ആയിരിക്കാം, സിനി ഫയൽസിൻ്റെ ഇടയിലൊക്കെ ഗോവിന്ദിന് അത്യാവശ്യം റീച്ചും പരിപാടികളെല്ലാം ഉണ്ട്. പക്ഷേ അയാളൊരു സുഷിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ, ജെയ്ക്സിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ അങ്ങനെ അയാളൊരു പോപ്പുലർ സാധനം മലയാളികൾക്കിടയിൽ ഗോവിന്ദിന് ഇല്ല. അറ്റ് ദ സെയിം ടൈം തമിഴ് പോയി കഴിഞ്ഞാൽ ഗോവിന്ദിനെ നിലം തൊടിയിക്കാതെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഗോവിന്ദിനുണ്ട്. അപ്പം അത്ര അധികം ഗോവിന്ദും ഗോവിന്ദിൻ്റെ ഈ മ്യൂസിക്കിനോടുള്ള പാഷനും എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഈ ധ്യാനിൻ്റെയും ലുക്മാൻ്റെയും ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആക്ടേഴ്സ് എന്നുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയ സിനിമയുണ്ട്, എന്നാൽ നല്ലതല്ലാതെ പോയ പെർഫോമൻസ് സ്വീകരിക്കപ്പെടാത്ത പോയ സിനിമകളുണ്ട്. ആഫ്റ്റർ വാള നമ്മളൊരു പോയിന്റ്സ് ആഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പോയിന്റ്സ് എന്നുള്ള രീതിയിൽ ഇവർക്കൊരു പോയിന്റ്സ് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഈ പടത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഓഡിയൻസ് ആയിട്ട് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പാക്ട്? എനിക്ക് തോന്നുന്നു ധ്യാൻ, എനിക്കിതിൽ പേഴ്സണലി വളയിൽ ഇതെല്ലാം പേഴ്സണൽ അഭിപ്രായമാണ്. ഓഡിയൻസിന് എന്താ കിട്ടുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പേഴ്സണലി ധ്യാൻ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട്, അതെനിക്ക് തോന്നുന്നു ഇതുവരെ ധ്യാൻ ചെയ്യാത്തൊരു മീറ്ററാണ്. ധ്യാനിനെ ശരിക്ക് നമ്മുടെ അല്ലല്ല അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞത് പെർഫോമൻസ് വൈസ് ധ്യാൻ്റെ പെർഫോമൻസ് എനിക്ക് ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനമല്ല ധ്യാനിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ധ്യാൻ വളരെ നല്ല പെർഫോമറാണ്. അത് ഞാൻ ഇരുത്തിക്കൊണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെ പറയല്ല, കാരണം കഠിനത്തിൽ എനിക്ക് നല്ല പെർഫോമൻസിന് അല്ലെങ്കിൽ നല്ല പെർഫോമേഴ്സിന് എനിക്ക് കിട്ടിയിരുന്നു. അവരെല്ലാവരും വളരെ ഭംഗിയായിട്ട് എനിക്ക് റൂട്ടഡായിട്ട് അഭിനയിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിലും എനിക്ക് എല്ലാവരും വളരെ ഭംഗിയിൽ അവരുടെ കഥാപാത്രങ്ങളെ അവർ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിട്ട് അവർ വെച്ച് തന്ന് പോയിട്ടുണ്ട്. അതിൽ ധ്യാൻ്റെതാണ് എനിക്ക് കൂടുതൽ എടുത്ത് പറയാനുള്ളത്. കാരണം ധ്യാനിനെ നമ്മൾ അല്ലെങ്കിൽ മലയാളികൾ പുറത്തുള്ള ആൾക്കാർ കൊടുത്തിട്ടുള്ള ഒരു സാധനമുണ്ട്, അയാൾ വെറുതെ വന്ന് പല സിനിമകളും അഭിനയിച്ച് പോകുന്നു എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെയല്ല ധ്യാൻ, അത് മനസ്സ് തട്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയണത്. അങ്ങനെയല്ല ധ്യാൻ, അയാളുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഒരു പക്ഷേ കാണാം എന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട്. ലുക്കു ഞാൻ നേരത്തെ പറഞ്ഞു, അയാളിങ്ങനെ ഭയങ്കര മെച്യൂർഡായിട്ട് അഭിനയത്തിൽ ഭയങ്കര മെച്യൂർഡായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ച് വന്നുകൊണ്ടിരിക്കുക. ലുക്കുവിൻ്റെ കഴിഞ്ഞ സാധനത്തിൽ വെച്ച് പറയുമ്പോൾ ഭയങ്കര എക്സ്പ്രസീവാണ് ഇയാളുടെ കണ്ണുകൾ. അത് എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഇതിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഭയങ്കര എക്സ്പ്രസീവ് ഐസാണ്. അത് തന്നെയാണ് ലുക്കുവിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ഇനി അങ്ങോട്ട് വരുന്ന സിനിമകളിലും ഒരു കണ്ണ് എക്സ്പ്രസീവ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യൽ വേണം അതിൽ. ലാലേട്ടൻ, മമ്മൂക്ക, ഇവരുടെയൊക്കെ കണ്ണുകൾ ഭയങ്കരമായിട്ട്, ഞാൻ അതിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കില്ല. അവിടേക്കൊക്കെ എത്താൻ, അതായത് കയറി അവിടേക്കൊക്കെ എത്താൻ മാത്രമുള്ള കാലിബറുള്ള മനുഷ്യനാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ശീതൾ, രവീണ ചേച്ചി, ശാന്തി ചേച്ചി, ശീതളിൻ്റെ ഒന്നും ഫസ്റ്റ് പടമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവൾ അഭിനയിക്കുന്ന സമയത്ത്. അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി നമുക്ക് പടത്തിൽ കാണാം. ബാക്കി ഇനി കണ്ടവർ, എൻ്റെ പേഴ്സണലി അവർ അത്രയും നന്നായിട്ട് എനിക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ബാക്കി ഇനി പ്രേക്ഷകർ തീരുമാനിക്കേണ്ട അവരുടെ ഔട്ട് അവർക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ. ധ്യാൻ്റെ ഡയറക്ടോറിയൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ധ്യാൻ്റെ ഡെബ്യൂ ഫിലിമായിരുന്നു ആക്ടർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പടങ്ങളിലൊന്ന്, ഡയറക്റ്റ് ചെയ്യാനുള്ള പടങ്ങളിലൊന്ന് തിര 2 ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തിര 2 എന്ന് പറയുന്നത് ധ്യാൻ്റെ ഒരു ആക്ടിങ് തുടർച്ച സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സിനിമയായിരിക്കും. എന്നുവെച്ചാൽ അവർ ആക്ടർ ഡയറക്ടർ എന്നുള്ള 2 പണി കൂടി ചെയ്യുന്ന പടമാണ്. സാധ്യത കുറവാണ്. വേറെ കാര്യമുണ്ടല്ലോ, ഇപ്പൊ വിനീതനെ സംബന്ധിച്ചുള്ള കരം ഫ്രം ദ മേക്കർ ഓഫ് തിര എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഈ വിനീതിന്റെ മറ്റു പടങ്ങളെക്കാൾ വേറൊരു തരത്തിലൊരു മൂവി ബഫ് കൾട്ട് ഫോളോവേഴ്സ് ഉള്ള ഒരു പടമാണ്. ഇപ്പോഴും അതിന്റെ ടർണപ്പ് അല്ലെങ്കിൽ അതിന്റെ ടെയിൽ ആൻഡ് ക്ലൈമാക്സ് പോർഷൻസിന്റെ ഒക്കെ തുടർച്ച ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആയിട്ട് എഴുതുമല്ലോ. ഒരു 2 തരം ഫാക്ടർ ഉണ്ടല്ലോ അതിലത് ഷോൾഡർ ചെയ്യുമ്പോൾ. ഒന്ന്, ഞാൻ ഡെബ്യൂ ചെയ്ത പടമാണ് ആക്ടർ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പറയുന്ന വിനീത് തന്നെ ആ സോണിലാണ് പുതിയ പടം കരം കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസൈൻ സംബന്ധിച്ചൊക്കെ ഏത് സ്വഭാവത്തിലൊരു സിനിമയായിരിക്കും ആലോചിക്കുന്നത്? വലിയ ലാർജർ പ്ലാനിലുള്ള അല്ലേ? അതെ.
തീർച്ചയായിട്ടും. കാരണം അന്ന് 2013 തിരയുടെ ക്യാൻവാസ് അത്യാവശ്യം വലുതായിരുന്നു. കാരണം 4-5 സ്റ്റേറ്റിൽ പോയി ഷൂട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് മൾട്ടി ലാംഗ്വേജ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത പടം. അതെ അതെ, മൾട്ടി ലാംഗ്വേജ്. അതൊക്കെയായിരുന്നു അതിന്റെ അന്ന് എടുത്തു പറഞ്ഞ പ്രശ്നങ്ങൾ. കാരണം അന്നത്തെ ഓഡിയൻസിന്, അല്ലെങ്കിൽ അന്നത്തെ മലയാളി ഓഡിയൻസിന് മേ ബി ഭയങ്കര ഹെഡ് ഓഫ് ടൈം ആയിരുന്നു എന്ന് നമുക്ക് തോന്നിയൊരു സിനിമയാണ്. ഇന്ന് പക്ഷെ അതാണ് ഇന്നെല്ലാം നമ്മൾ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു തിര 2 തിരക്കൊരു കുറച്ചുകൂടെ ഒരു റെലവൻസ് ഉണ്ടാവും എന്ന് തോന്നുന്നു. ബിക്കോസ് തിര 2 അതിന്റെ മുകളിൽ നിന്നാൽ മാത്രമേ, നേരത്തെ പറഞ്ഞ ഒരു കൾട്ട് ഓഡിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പിന്നീട് കണ്ട കുറെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ സിനി ഫാൻസിന്റെ ഇടയിൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത് വലിയൊരു ക്യാൻവാസിൽ അല്ലെങ്കിൽ വലിയൊരു സ്കെയിലിലാണ് നമ്മൾ ഇപ്പൊ എഴുതി വെച്ചിട്ടുള്ളതും ചിന്തിക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായിട്ടുള്ള സമയമെടുത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ ഇപ്പോൾ വരുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളോടൊപ്പം തന്നെ വരുന്ന അത്രയും കോസ്റ്റ് വരുന്ന ഒരു സിനിമയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ആ രീതിയിലാണ് ഈ സോഫാർ അതിൻ്റെ പോക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു പരിപാടിയിലാണ് പോകുന്നത്, സ്ക്രിപ്റ്റ് വൈസും പരിപാടി. കാരണം അന്ന് തട്ടത്തിൻ മറയത്തിന് ശേഷം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എഴുതി വെച്ച പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. ചില ഇപ്പൊ ട്രാഫിക്കിങ് ഒക്കെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ട്രാഫിക്കിങ് വരുന്ന സമയത്ത് ഈ ബ്രേക്കിംഗ് പ്രോസസ്സുകളും അവരുടെ ടോർച്ചർ മെത്തേഡ്സും ഇതൊന്നും നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അതിന്റെ ഒരു അന്നത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഡാഷേട്ടനൊക്കെ പേഴ്സണലി തോന്നിയത് ഏട്ടനത് സർട്ടിഫിക്കറ്റ് കിട്ടി പോകുമോ, അല്ലെങ്കിൽ എന്തായാലും യൂബാറയാണ്, അപ്പം ക്ലീൻ ഒരിക്കലും കിട്ടൂല. അപ്പൊ പക്ഷെ അതൊക്കെ അപ്പൊ ഇനി വരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു സാധനവും കോംപ്രമൈസും ഇല്ലാണ്ട് രാജേഷൻ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസും ചെയ്യാതെ നമുക്ക് കാണിക്കേണ്ടതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ തിരാറ്റു ചെയ്യും. പ്ലസ് ട്രാഫിക്കിംഗ് മാത്രമല്ലാതെ നമ്മൾ വേറെ കാർട്ടൽസും വേറെ നെറ്റ്വർക്കിംഗ് ഒക്കെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പം എല്ലാ രീതിയിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു അതിന്റെ തുടർച്ചയോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ സിനിമയെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ. എന്തായാലും വള ഗംഭീരമാവട്ടെ. ധ്യാനം ഞാനൊരു വളരെ പ്രധാനപ്പെട്ട പ്രൊജക്ട് അനൗൺസ്മെന്റ് സ്വഭാവത്തിലേക്ക് പോകുന്ന ഒരു പ്ലാൻ ഉണ്ട്, അതും ഗംഭീരമാവട്ടെ. ലുക്ക് വളയും വളയ്ക്ക് ശേഷമുള്ള എല്ലാ പരിപാടികളും അല്ലെ ഇന്നത്തെ കണ്ണ് വെക്കുന്ന അപ്പൊ താങ്ക് യു.